പെർഫെക്റ്റ്. നമ്മൾ ആദ്യത്തെ കറണ്ട് അഫയേഴ്സിൽ കാണുന്നത് ഇൻസെന്റീവ്സ് സ്റ്റേറ്റ്സ് ഫോർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇൻ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്നുള്ളതാണ്. ഫിനാൻസ് കമ്മീഷന്റെ ചീഫ് പറഞ്ഞൊരു വാർത്തയാണ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെന്റ് കമ്പനികളുടെ സ്റ്റേക്ക് എന്ന് വെച്ചാൽ ഓഹരി, അത് പ്രൈവറ്റ് ആളുകൾക്ക് വിൽക്കും. ഇപ്പൊ ഏതൊക്കെയാണ് റീസെന്റ്? എയർ ഇന്ത്യ വരുന്നുണ്ട് ഡിസ്ഇൻവെസ്റ്റ്മെന്റിലേക്ക്, അതുപോലെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ വരുന്നുണ്ട്, ധാരാളം കമ്പനികൾ, NDPC, HPCL വരുന്നു, കൊച്ചിയിലുള്ള HPCL വരുന്നു, അങ്ങനെ ധാരാളം സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് എന്തിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നത്? ഗവൺമെന്റ് റിക്വയർസ് മണി. യെസ് ഓർ നോ? വൈ ദേ നീഡ് മണി? അത് ഒരുപാട് പ്രൊജക്ട്സ് ഗവൺമെന്റിന്റെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒത്തിരി നല്ല പ്രൊജക്ടുകൾ അവർ കൊണ്ടുവരുന്നുണ്ട്. ആ പ്രൊജക്ടുകൾക്കൊക്കെ ഫണ്ട് ആവശ്യമായിട്ടുണ്ട്. അപ്പോ അവരുടെ ഒരു ഉദ്ദേശം എന്താണ്? ഗവൺമെന്റിന്റെ ഒരു ഉദ്ദേശം ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കുക. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട. ഡിസ്ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാനുള്ള ഒരു കാര്യം 9.5% ഓഫ് GDP ആക്കി കുറയ്ക്കുക. വൈ? എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ധനക്കമ്മി എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ ധനക്കമ്മി എന്ന് സൂചിപ്പിച്ചാണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ബജറ്റിൽ ഒരു തുക ഓരോ പദ്ധതികൾക്ക് വേണ്ടി ഡിക്ലെയർ ചെയ്യും. പക്ഷെ ഗവൺമെന്റിന്റെ കയ്യിൽ അത്രയും പൈസ ഉണ്ടാവില്ല. അപ്പൊ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് പലപ്പോഴും വളരെ കൂടുതലായിരിക്കും. അത് കുറച്ചുകൊണ്ട് വന്നാൽ മാത്രമേ നമുക്ക് പ്രൊജക്ട്സ് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. യെസ് ഓർ നോ? അല്ലെങ്കിൽ ഗവൺമെന്റിന് ഫണ്ട് ചെയ്യാൻ പറ്റുമോ? കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ? സാധിക്കുകയില്ല. സോ Center could incentives the states to adopt a similar practice, as this would enhance the confidence of investors in India's overall debt and fiscal deficit trajectory. അപ്പൊ ഇന്ത്യയുടെ കടം കുറച്ചുകൊണ്ട് വരും. രാജ്യത്തിന്റെ കടം കുറയ്ക്കുക. ആ കടം കുറയ്ക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? രാജ്യത്തിന്റെ പൊതുക്കടം കുറയ്ക്കുന്ന ഒന്ന് നമ്മുടെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഇമേജ് വർദ്ധിപ്പിക്കും. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ നമ്മളെ റേറ്റ് ചെയ്യും, ഹൈ റേറ്റ്. അപ്പൊ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് റേറ്റ്, ഇപ്പൊ മൂഡീസ് അങ്ങനെയൊക്കെയുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. അവർ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അവർ നമ്മളെ പോസിറ്റീവായിട്ട് റേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഈ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും ഇന്ത്യയിലേക്ക് വരുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. നോക്കുക, ഒന്നാമത്തെ കാര്യം, ഇപ്പൊ എത്രാമത്തെ ഫിനാൻസ് കമ്മീഷനാണ് റൺ ചെയ്യുന്നത്? ഇപ്പൊ നടക്കുന്നത് 15ാമത്തെ ഫിനാൻസ് കമ്മീഷനാണ്. 15ാമത്തെ ഫിനാൻസ് കമ്മീഷൻ. ഇതിന്റെ പീരീഡ് എന്നോട്ട് എന്ന് വരെയാണ്? 2020-21 to 2025-26 ആ പീരീഡിലേക്കാണ് വരിക. 15th ഫിനാൻസ് കമ്മീഷൻ ആണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇത് പലപ്പോഴും ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഏതാണ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഏതാണ്, ക്ലാരിറ്റി ഉണ്ടാക്കണം. ഇന്ത്യൻ പൊളിറ്റിയിലും കിടപ്പുണ്ട്, എൻ്റെ പുസ്തകത്തിലും ഇന്ത്യൻ ഭരണഘടന എന്നുള്ള പുസ്തകത്തിലും അത് വ്യക്തമായിട്ട് കിടപ്പുണ്ട്. നോക്കുക, ഫിനാൻസ് കമ്മീഷൻ സെറ്റ് ചെയ്ത് ആർട്ടിക്കിൾ 280 പ്രകാരമാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റേറ്റ് ഫിനാൻസസ് ഓഫ് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് പഠിക്കുക, ടാക്സ് ഷെയറിങ്ങിനെ കുറിച്ച് കാഴ്ചപ്പാടുകൾ കൊടുക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. എല്ലാ 5 വർഷം കൂടുമ്പോഴും റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. നമ്മൾ ഈ ബോൾഡ് ചെയ്തിരിക്കുന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, കൃത്യമായിട്ട് പഠിക്കുക. അവരുടെ റെക്കമെൻഡേഷൻസിന് അഡ്വൈസറി നേച്ചറാണ്. എന്ന് വെച്ചാൽ എന്താണ് അഡ്വൈസറി നേച്ചർ എന്ന് വെച്ചാൽ? എന്താ? വേണം നിരസിക്കാം, അല്ല എങ്കിൽ അത് പൂർണ്ണമായിട്ട് അതേപടി ഇംപ്ലിമെന്റ് ചെയ്യണമെന്നില്ല. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? ഗ്രാന്റ്സ് അവർ നോക്കും, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്സ്, ഗ്രാന്റ്സ് ടു ലോക്കൽ ബോഡീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗ്രാന്റ്സ്, ഇതൊക്കെ നോക്കും. ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ ഞാൻ ഇന്ന് രാവിലെ ഹിന്ദു അനലൈസ് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് ഡെവിസീവ് പൂൾ ഓഫ് ടാക്സസ്, സ്റ്റേറ്റ്സിന് ഇപ്പൊ സെൻട്രൽ ടാക്സ് കളക്ട് ചെയ്യും, സ്റ്റേറ്റിന് കൊടുക്കും. അപ്പൊ അതില് 41% ആണ് അവർ ഷെയർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റിന് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഫോറസ്റ്റ് കവർ അടക്കമുള്ള ഏരിയ മാർജിനലി ചേഞ്ച് ദ ഹൊറിസോണ്ടൽ ഫോർമുല ആൻഡ് പെർസെന്റേജ് അസൈൻ ടു ഡിഫറെന്റ് വെയ്റ്റ്സ് ആൻഡ് മാർജിനലി ചേഞ്ച്ഡ് ബൈ ഇൻക്രീസിംഗ് ദ ഫോറസ്റ്റ് കവർ ക്രൈറ്റീരിയ. ഹൊറിസോണ്ടൽ
devolution is done primarily to enable the states to provide basic public goods and services with equivalent tax effort. അപ്പൊ ഈ ടാക്സ് പിരിക്കുന്ന പൈസയാണ് ഗവൺമെന്റ് എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നത്? റോഡ് പണിയാനും ഗവൺമെന്റ് ഓഫീഷ്യൽസിന് ശമ്പളം കൊടുക്കാനും ഒക്കെ ചെയ്യുന്നത് ആണോ? ഇപ്പൊ നമ്മുടെ ആളുകള് ഇപ്പൊ സമരം നടത്തുന്നുണ്ട്, ഇപ്പൊ PSC. അപ്പൊ ഒരു ഡിഫറെന്റ് വ്യൂ, ഒരു ജേർണലിസ്റ്റിന്റെ ഒരു വ്യൂ ഞാൻ കണ്ടു. ഇപ്പൊ ഈ സർക്കാർ സർവീസില് ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് എന്നുള്ള പദവിക്ക് ഇപ്പൊ വലിയ പ്രസക്തിയുണ്ട്. നേരത്തെ ആ പദവിയിലുള്ളവരെ എന്തിനാ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഫയൽ ഒരിടത്തു നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടിയാ. യെസ് ഓർ നോ? ഇപ്പൊ എന്ത് വന്നു? ഇ ഗവേണൻസ് വന്നു. അപ്പൊ ഇ ഗവേണൻസ് വന്നപ്പോ ഫയൽ ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രൊഫൈലിന്റെ ആവശ്യം ഉണ്ടോ സത്യത്തിൽ? പഴയ ബാങ്കുകളിൽ നിങ്ങൾ SBI പോലുള്ള ബാങ്കുകൾ പോയ ക്ലർക്ക് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. പക്ഷെ ഒരൊറ്റ ന്യൂ ജനറേഷൻ ബാങ്കിലും ക്ലർക്ക് എന്നുള്ള പോസ്റ്റ് ഇല്ല. എന്തുകൊണ്ട് ആ പോസ്റ്റ് ഇല്ലാത്ത? ക്ലറിക്കൽ ജോബ്സ് എല്ലാം സോഫ്റ്റ്വെയർ ആയിപ്പോ ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആ പോസ്റ്റ് ആവശ്യമില്ല. അപ്പൊ കാലോചിതമായിട്ട് പല കാര്യങ്ങളും പരിഷ്കരിക്കപ്പെടണം. അപ്പൊ അത് ഗവൺമെന്റിന്റെ എക്സ്പെൻസസ് ഒരു പരിധി വരെ കുറയ്ക്കും. ഡെമോഗ്രഫിക് മാനേജ്മെന്റ് ആണ് ഇതിനകത്ത് മറ്റൊരു ക്രൈറ്റീരിയ. ഇതെന്താന്ന് ചോദിച്ചാല് അതിന് 12.5% വെയിറ്റേജ് കൊടുക്കും. അതായത് ഈ റവന്യൂ കൊടുക്കുമ്പോൾ ചില സ്റ്റേറ്റ്സ്, ഉദാഹരണം പറഞ്ഞാൽ ആന്ധ്ര, കേരള, തെലങ്കാന, ഇവർക്ക് ഗ്രാന്റ് കുറയുവാൻ ഇടയായി. എന്താ കാര്യം എന്ന് ചോദിച്ചാല് പോപ്പുലേഷൻ അവർ കൺട്രോൾ ചെയ്യും. അപ്പൊ അവര് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തതിന് അവരെ സത്യത്തിൽ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്, ആണോ അല്ലയോ? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്, ഇവർ ഈ ഡെമോഗ്രഫിക് മാനേജ്മെന്റ് നന്നായിട്ട് നടത്തിയാൽ അവർക്കൊരു 12.5% വെയിറ്റേജ് കൊടുത്ത് അധികം തുക അവർക്ക് കൊടുക്കുന്ന ഒരു രീതി വന്നു. ലോവർ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അച്ചീവ് ചെയ്ത സ്റ്റേറ്റ്സിന് നമ്മളൊരു മെച്ചപ്പെട്ട കാര്യങ്ങൾ നൽകുകയാണ്. പിന്നെ എന്താണ്, എക്സ്പെൻഡിച്ചർ പാറ്റേണിലുള്ള ഒരു വ്യത്യാസം, അർബൻ റിസോഴ്സസ് ടു അർബൻ ലോക്കൽ ബോഡീസ് അത് അസൈൻ ചെയ്യുന്ന രീതിയെ കുറിച്ച് ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. 1.5 lakhs crore കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് എങ്ങോട്ടേക്ക് കൊടുത്തു? അത് 5 years ട്രാൻസ്ഫർ ചെയ്തു. ഡിഫൻസ് ആൻഡ് ഇന്റേണൽ സെക്യൂരിറ്റി മോഡേണൈസേഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് നോൺ ലാപ്സബിൾ ആണ്. കാരണം നമുക്കറിയാം ഡിഫൻസ് സെക്യൂരിറ്റിക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൊണ്ടുവന്നത്. GST റിഫോം ആണ്. GSTയുടെ പ്രത്യേകത എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിന്റെ പ്രത്യേകത എന്താണ്? എന്തിനാണ് ഇങ്ങനെ ഒരു ടാക്സ് കൊണ്ടുവന്നത്? GST എന്ന് പറഞ്ഞൊരു ടാക്സ് എന്തിനാണ് കൊണ്ടുവന്നത്? നേരത്തെ ഇന്ത്യയിൽ കുറെ ടാക്സ് ഉണ്ടായിരുന്നു, മൾട്ടിപ്പിൾ ടാക്സസ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ വരും. മനസ്സിലാവുന്നുണ്ടോ? ഡ്യൂപ്ലിക്കേഷൻ വരിക എന്ന് വെച്ചാൽ ഒരേ കാര്യത്തിന് പല വട്ടം ടാക്സ് കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ വിദേശത്ത് റിട്ടയർ ആവുന്ന ഒരാൾ, അയാൾക്ക് അവിടെ 1 കോടി രൂപ റിട്ടയർമെന്റ് ഫണ്ട് കിട്ടിയെന്ന് വിചാരിക്കും. അയാൾ അവിടെ ഓൾമോസ്റ്റ് 30% കൊടുക്കണം. ഇന്ത്യ വന്നിട്ട് ഇന്ത്യയിലും 30%. അപ്പൊ ഈ ഒരാൾ തന്നെ ഒരു പൈസക്ക് 2 ഇടത്ത് ടാക്സ് കൊടുക്കേണ്ടി വരിക. അപ്പൊ റീസെന്റ് ഗവൺമെന്റ് അത് എന്ത് ചെയ്തു? അതിൽ മാറ്റം വരുത്തി. ഗവൺമെന്റ് പറഞ്ഞു ഒരിടത്ത് ടാക്സ് കൊടുത്താൽ മതി. അപ്പൊ ഈ രീതിയിൽ GST വന്നപ്പോൾ ഉള്ള ഒരു ഗുണം എന്താ? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ ഏകീകരിച്ചു. ഇന്ത്യയിലെ ടാക്സ് റൂൾസ് ഏകീകരിച്ചു, അല്ലെ? അപ്പോ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വരുവാനിടയായ സാഹചര്യം മനസ്സിലാക്കി. ഇനി അടുത്ത ഒരു കറണ്ട് അഫയേഴ്സ്, കഴിഞ്ഞ ആഴ്ച നമുക്കുള്ള കറണ്ട് അഫയേഴ്സ്. ഫോസിൽസ് ഓഫ് ഡിക്കിൻസോണിയ ഫൗണ്ട് ഭീംബേഡ്ക. ഇത് എന്താണ്? ഭീംബേഡ്ക എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഹിന്ദു അനലൈസ് ചെയ്തപ്പോൾ ഞാൻ വായിച്ച ഒരു വാർത്തയാണ്. റിസർച്ചേഴ്സ് 3 ഫോസിൽസ് കണ്ടുപിടിച്ചു. നോൺ ലിവിങ് ആനിമൽ ഡിക്കൻസോണിയ എന്ന് പറഞ്ഞത് അതെവിടെയാ? ഭീംബേഡ്ക റോക്ക് ഷെൽട്ടേഴ്സ് ആണ്. അപ്പൊ ഭീംബേഡ്ക റോക്ക് ഷെൽട്ടർ എവിടെയാ ഉള്ളത്? ഭോപ്പാലിലാണ്. അവിടുത്തെ ഒരു ഓഡിറ്റോറിയം കേവിലാണ് കണ്ടത്. യുനെസ്കോയുടെ ഒരു ഹെറിറ്റേജ് സൈറ്റ് ആണ്. 3.5 മീറ്റർ ഉയരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഫോസിൽസ് ഒരു വൈറ്റ് ലിവ് ലൈഫ് പാച്ചസിലാണ് കണ്ട് എത്തിയത്. ഒരു എന്താണ്, സെൻട്രൽ വെർട്ടിബ്ര, സെൻട്രൽ മിഡ്രിബ്, അതും കണക്റ്റിംഗ് വെയിൻസും ഒക്കെയാണ് ഇതിൽ കണ്ടുപിടിച്ചത്. They were the only such fossils available in the country. സൗത്ത് ഓസ്ട്രേലിയയിൽ ഉള്ളതിന് സിമിലർ ആണ്. അപ്പൊ സൗത്ത് ഓസ്ട്രേലിയയിൽ ഉള്ളതിന് സിമിലർ ആണ് എന്നുള്ളത് എന്താ സൂചിപ്പിക്കുന്നത്? നമ്മുടെ ഒരു തിയറി ഉണ്ട്, പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ തിയറി പഠിച്ചിട്ടില്ലേ? എന്താ പറയുന്നത്?
സ്ഥിരം ചോദ്യം വരുന്ന ഒരു ഏരിയയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ജോഗ്രഫി പുസ്തകത്തിന്റെ തുടക്കത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ഗോണ്ടാന എന്ന് പറയുന്ന അല്ലെ, ഗോണ്ടാന ലാൻഡിനെ കുറിച്ചും അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നാ പറയാ. ഇന്ത്യ, ശ്രീലങ്ക, മഡാഗസ്കർ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, ഇതിങ്ങനെ വിഘടിച്ചു പോയതാന്നാ പറയാ. ഈ ആൻഡമാനില് ഉള്ള ആൾക്കാരില്ലേ, ജവാരിസ്, ആ ട്രൈബിന്റെ പേരെന്താ? ആഫ്രിക്കക്കാരെ പോലെ ഇരിക്കുന്ന ട്രൈബ് ഉണ്ടല്ലോ, അവരുടെ പേരെന്താ? നല്ല കറുത്തിട്ട് ആ മിഷണറിനെയൊക്കെ അമ്പെയ്ത് കൊന്നില്ലേ, കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. അവരുടെ പേരെന്താ? സെന്റിനൽസും പിന്നെ വേറെ ഏതാ ഒരു ട്രൈബ് കൂടെ ഉണ്ട്, ജരോവയാണോ? റെഡ് ഷെയ്ഡ് ഉള്ളത്. അപ്പൊ അവരുടെ അപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്ന എന്താണ്? അപ്പൊ ഓസ്ട്രേലിയയിലും സിമിലർ ഫോസിൽസ് കണ്ടു, ഇവിടെയും കണ്ടു. അപ്പൊ പാലിയോ എൻവയോൺമെന്റ്സിനെ കുറിച്ച് അപ്പൊ ഒരു ഗോണ്ടാന ലാൻഡ് എന്നുള്ള ഒരു ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു റിയാലിറ്റി, അതൊരു റിയാലിറ്റി ആണ് എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ സൂചിപ്പിക്കുക. ആ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി പഠിക്കുമ്പോൾ അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ. റോക്ക് ഷെൽട്ടേഴ്സ് ഓഫ് ഭീംബെട്ക എവിടെയാണ് എന്നുള്ളത് ചോദിക്കാം. അത് വിന്ധ്യൻ മൗണ്ടൻസിലാണ്, അതും പ്രധാനമാണ്. ഏത് മൗണ്ടൻസിലാണ്? വിന്ധ്യൻ മൗണ്ടൻസ് ഓൺ ദ സദേൺ എഡ്ജ് ഓഫ് ദ സെൻട്രൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഭീംബെട്ക അതെ വരാൻ പോസിബിലിറ്റി ഉണ്ട്. മാത്രമല്ല ഇത് 10,000 BC to 1000 BC ആ ഒരു പീരീഡിൽ ഉള്ള കണ്ടിന്യൂസ് ഒക്യുപ്പേഷൻ ഈ കേവ്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഹണ്ടിങ്ങും ഗ്യാദറിങ് എക്കോണമിയാണ് അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. റോക്ക് ആർട്ട്, അതിൽ അത്തരം പിക്ചേഴ്സ് ഉണ്ട് ഈ ഹണ്ടിങ് അല്ലെങ്കിൽ ഗ്യാദറിങ് എക്കോണമിയുടെ ട്രഡീഷൻ സൂചിപ്പിക്കുന്നു. 2 മേജർ സൈറ്റ്സ് ആണ് ഇത് പ്രീ ഹിസ്റ്റോറിക് റോക്ക് കേവ് പെയിന്റിങ്സിന്റെ. ഭീംബെട്ക കേവ്സും ജോഗിമാര കേവ്സും, അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്തേക്കുക. ജോഗിമാര കേവ്സ്, അമർനാഥ് മധ്യപ്രദേശ്. അതെവിടെയാണ് ജോഗിമാര കേവ്സ് ഉള്ളത്? അമർനാഥ് മധ്യപ്രദേശ്. ഭീംബെട്ക ഡ്രോയിങ്സ് ഈ ഒരു കാറ്റഗറി 3 ഏത് പീരീഡിലാണ്? ചാൽക്കോലിത്തിക് പീരീഡിലാണ്. അപ്പർ പാലിയോലിത്തിക്, മീസോലിത്തിക്, ചാൽക്കോലിത്തിക് ഈ പീരീഡിലുള്ളതാണ്. വരാൻ സാധ്യതയുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്, നോക്കിയാൽ നന്നായിരിക്കും. MK1A അർജുൻ മെയിൻ ബാറ്റിൽ ടാങ്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തതാണ്. ഇതെവിടെ ഉണ്ടാക്കി? തമിഴ്നാട്ടില്. വായിച്ചായിരുന്നോ? കഴിഞ്ഞ ആഴ്ചത്തെ പത്രത്തിൽ വായിച്ചായിരുന്നു? പ്രൈം മിനിസ്റ്റർ കേരളത്തിൽ വന്നിട്ട് അന്ന് തന്നെ തമിഴ്നാട്ടിൽ പോയില്ല, അന്ന് നടന്ന സംഭവം. അന്ന് അദ്ദേഹം ഇത് ഇന്ത്യൻ ആർമിക്ക് കൊടുക്കുന്നത് മെയിൻ ബാറ്റിൽ ടാങ്ക് ആണ്. ഇത് ഡെവലപ്പ് ചെയ്ത് ആരാണെന്ന് മനസ്സിലാക്കുക, പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. കോമ്പാക്ട് വെഹിക്കിൾസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, CVRDE. CVRDE എവിടെയാണ്? അത് ചെന്നൈയിലാണ്. DRDOയുമായി ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. അപ്പം 15 അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും 8 ലാബുകളും സെവറൽ MSMEസും ഇതിനോട് ചേർന്നിട്ട് ഇൻഡിജിനിയസ് ആണ്, തദ്ദേശീയമായി വികസിപ്പിച്ചതാണ്. ഈ ടാങ്കിന്റെ പ്രത്യേകത എന്താണ്? ഇത് പ്രത്യേകത മാസ് പ്രൊഡക്ഷൻ 96-ലാണ് ബിഗിൻ ചെയ്തത്. അവഡിയിലെ ഓർഡിനൻസ് ഫാക്ടറിയിലാണ്. MK1A എന്ന് പറയുന്നത് അപ്ഗ്രേഡഡ് വേർഷൻ ആണ്, പഴയ വേർഷന്റെ അപ്ഗ്രേഡഡ് ആണ്. സ്റ്റേറ്റ് ഓഫ് ദാർട്ട് ടാങ്ക് വിത്ത് സുപ്പീരിയർ പവർ, ഹൈ മൊബിലിറ്റി, എക്സലന്റ് പ്രൊട്ടക്ഷൻ. ഒരു നല്ല സ്റ്റെബിലൈസ്ഡ് ആർമർ ഉണ്ട്, പിയേഴ്സിംഗ്, ഡിസ്കാർഡിംഗ് സാബോട്ട്, അമ്യൂട്ടേഷൻ. റൈഫിൾ ഗൺ 120mm കാലിബർ റൈഫിൾ ഗൺ ആണ്. കമ്പ്യൂട്ടർ കൺട്രോൾഡ് ഇന്റഗ്രേറ്റഡ് ഫയർ കൺട്രോൾ സിസ്റ്റം ആണ്. എന്ന് വെച്ചാൽ എന്താണ് കമ്പ്യൂട്ടർ കൺട്രോൾഡ്? ഇപ്പോഴത്തെ ഈ സിനിമകളൊക്കെ ഇല്ല, അതിനകത്ത് കാണത്തില്ലേ, ഈ യന്ത്രൻ മോഡൽ സിനിമകളിലൊക്കെ കാണുന്ന രീതിയിലൊക്കെയുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെയുള്ള സംഗതികൾ. അപ്ഗ്രേഡഡ് ടാങ്ക് ആണ്. മിസൈൽ ഫയറിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇൻഡിജീനിയസ് ആണ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കണ്ടന്റില് 54.3% നമ്മുടെ തദ്ദേശീയ വികസിപ്പിച്ച കണ്ടന്റാണ്. സങ്കല്പ് എന്താണ്? സങ്കല്പ് യൂണിയൻ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്, അവരുടെ ഒരു സ്കീമാണ് ട്രാൻസ്ഫോമിംഗ് സ്കിൽസ് ത്രൂ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് അണ്ടർ സങ്കല്പ് എന്നുള്ളത്.
സങ്കല്പ് വേറെ ഏതാ? സങ്കല്പ് കേട്ടിട്ടുണ്ടോ? സങ്കല്പ് RSS ഒരു IAS അക്കാഡമി നടത്തുന്നുണ്ട്, RSS ഡൽഹിയിൽ. അതിന്റെ പേര് സങ്കല്പ് എന്നാണ്. അതിൽ ഇന്റർവ്യൂ കോച്ചിങ് ആണ് പ്രധാനമായിട്ട് അവർ കൊടുക്കുന്നത്. പണ്ടത്തെ കാലത്തേക്ക് ഈ UPSCയുടെ മെമ്പേഴ്സിനെ ഒന്നും നമുക്കൊന്നും കാണാൻ അവസരം കിട്ടുന്നില്ല. അപ്പൊ അവര് ഡൽഹിയിൽ അന്നത്തെ കാലത്ത്. വോയിസ് ബ്രേക്ക് ആണ് സർ. ആണോ? എന്റെ വോയിസ് ബ്രേക്ക് ആണോ? എല്ലാവർക്കും ബ്രേക്ക് ആണോ? അല്ല സർ, ബ്രേക്ക് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഉണ്ടോ? നോക്കട്ടെ ഏത് ഇല്ല, ക്ലിയർ ആണ് സാർ. ഫോണിൽ ഇല്ല സാറേ, ക്ലിയറാ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. വൈഫൈ കയറിയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് സങ്കല്പം എന്ന് പറയുന്നത്? സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് യൂണിയൻ മിനിസ്ട്രിയുടെ ഒരു പ്രോഗ്രാമാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ലോക്കൽ ലെവലില് തൊഴിലാളികളുടെ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുക. ഇത് ഈ കോവിഡ് കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഈ തൊഴിലാളികളുടെ ഒരു പ്രശ്നം എന്താണ്? നമ്മുടെ നാട്ടിലുള്ള തൊഴിലാളികൾക്ക് സ്കില്ല് ഉണ്ടോ? പലർക്കും അവർ ട്രെയിൻഡ് ആണോ? പലപ്പോഴും ആണോ? ചെറിയ പെർസെൻറ്റേജ് ട്രെയിൻഡ് ആയിട്ടുള്ളൂ. ബാക്കി ആരും ട്രെയിൻഡ് അല്ല. അവര് തൊഴിലാളി ആവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വർക്ക് ചെയ്യുന്നവരല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അവരുപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഔട്ട്ഡേറ്റഡ്. അവർക്ക് ഇത് എങ്ങനെ ചെയ്യണം എന്നറിയത്തില്ല. ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളും ഒരു അമച്വർ ആയിട്ടുള്ള ഒരാളും ഒരുപോലാണോ ജോലി ചെയ്യുക? ആണോ? ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഈ ചായ അടിക്കുന്നത് പോലും നിങ്ങൾ നോക്കിക്കുക. ഇപ്പൊ ചിലരൊക്കെ ഇങ്ങനെ ഇത്രയും പൊക്കിയിട്ട് ചായ അടിക്കുന്ന കണ്ടിട്ടില്ലേ? ഒരു തുള്ളി പോലും വെളിയിൽ പോകത്തില്ല. കറക്റ്റ് പഴയ ചായക്കടകളിലൊക്കെ കാണാം അല്ലെ? കണ്ടിട്ടുണ്ടോ? സ്കില്ലാണ്. അയാൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ്. അപ്പം ഇവിടെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണിത്. നാഷണൽ വൈഡ് സ്കീമാണ്. MG മഹാത്മാഗാന്ധി നാഷണൽ ഫെലോഷിപ്പ് അതും നാഷണൽ വൈഡ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആര് വഴിയായിട്ടാണ്? IIMs വഴിയായിട്ട്. പബ്ലിക് പോളിസി മാനേജ്മെന്റ്. MGNF is a certificate program in public policy and management offered by IIMs. Ministry of Skill Development Entrepreneurship ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ പ്രോഗ്രാം വേൾഡ് ബാങ്കിന്റെ ലോണോട് കൂടിയാണ്. ലൈവ്ലിഹുഡ് പ്രൊമോഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ലൈവ്ലിഹുഡ് പ്രൊമോഷൻ. അപ്പൊ അതിൽ വേൾഡ് ബാങ്ക് ലോൺ കിട്ടുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് MSDE ആണ് അതിലുള്ളത്. സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. എന്താണ്? സ്കിൽ ട്രെയിനിങ് ആക്ടിവിറ്റീസ് അതിനെ ഫണ്ട് ചെയ്യുക, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കൊണ്ടുവരിക, മോണിറ്ററിംഗ് കൊണ്ടുവരിക, ആക്സസ് ടു സ്കിൽ ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻഡസ്ട്രി ലെഡ് ഡിമാൻഡ് ഡ്രിവൻ സ്കിൽ ട്രെയിനിങ് കപ്പാസിറ്റി. എന്ന് വെച്ചാൽ പല ഇൻഡസ്ട്രീസിനും ആളെ ആവശ്യമുണ്ട്. ഇപ്പൊ പലരും പറയും ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ വലിയൊരു പ്രോബ്ലം അവർക്ക് എന്ത് സ്കില്ലില്ലാത്തതെന്നാ പറയും? എംപ്ലോയബിലിറ്റി സ്കില്ലില്ല. അവർക്ക് PG ഉണ്ട്, 2 പോസ്റ്റ് ഗ്രാജുവേഷൻ കാണും, പക്ഷെ അവർക്ക് എംപ്ലോയബിലിറ്റി സ്കില്ലില്ല എന്ന് പറയും. ഇന്നത്തെ ലോകം കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന അക്കാഡമിക് എക്സലൻസിനാണോ സ്കില്ലിനാണോ പ്രാധാന്യം? അക്കാഡമിക് എക്സലൻസ് വേണം, ബട്ട് അറ്റ് ദ സെയിം ടൈം യൂറോ സ്കിൽ അല്ലെ? അപ്പൊ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. അപ്പൊ അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഇൻഡസ്ട്രിയൽ വാല്യൂ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം വരികയാണ്. ഇത് നിങ്ങൾ വേറെ ഒരു പ്രൊജക്റ്റുമായിട്ട് തട്ടിച്ചു നോക്കണം. ഈ പദ്ധതിയെ വേറൊരു പ്രൊജക്റ്റുമായിട്ടാണ് നിങ്ങൾ തട്ടിച്ചു നോക്കേണ്ടത്. ഏത് പ്രൊജക്റ്റ് ആണെന്ന് പറയാമോ? ഗവൺമെന്റിന്റെ പുതിയൊരു സ്കീമും ഇതും ഇന്റർ കണക്റ്റഡ് ആണ്. ഏത് സ്കീം? പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. പറ, ആ സ്കീമിന്റെ പേര് പറ. PLI സ്കീം. ആത്മ നിർഭർ ഭാരത്. ഇന്ത്യനെ മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റുക. അതാണ് മോഡി ഗവൺമെന്റിന്റെ ഉദ്ദേശം. ആത്മനിർഭർ ഭാരത് പച്ചവെള്ളം പോലെ പഠിച്ചോളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എന്നെ ഓർത്താൽ മതി. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇത്തവണത്തെ പ്രിലിമിനും മെയിനും ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. ഗവൺമെന്റിന്റെ ഏറ്റവും ഡോമിനന്റ് സ്കീമാണ് ആത്മനിർഭർ ഭാരത്. നന്നായിട്ട് പഠിക്കുന്നത് കേട്ടോ. ഗവൺമെന്റ് ഇന്നും പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ, ഇന്നലത്തെയാണോ പത്രം ഇന്ന് അനലൈസ് ചെയ്തപ്പോൾ ഞാൻ അതിൽ സംസാരിച്ചായിരുന്നു. പ്രൈം മിനിസ്റ്റർ ഇന്നലെ പറഞ്ഞു, ഇന്നലത്തെ പത്രമാണെന്ന് തോന്നുന്നു, ആത്മനിർഭർ ഭാരതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സ്കീം നന്നായിട്ട് പഠിക്കും കേട്ടോ. അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ വരും. ഇനി അടുത്ത്, US സെനറ്റ് അക്യൂസ് ഡൊണാൾഡ് ട്രംപ് ഇൻ ദ ഇംപീച്ച്മെന്റ് ട്രയൽ. ഡൊണാൾഡ് ട്രംപിനെ എന്താക്കി? ഒഴിവാക്കി ട്രയലിൽ നിന്ന്. 7 Republican senators joining the Democratic colleagues to convict the former president.
പക്ഷെ അവർക്ക് എന്ത് കിട്ടിയില്ല? 67 വോട്ട് വേണമായിരുന്നു, 10 വോട്ട് കുറവായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, നമ്മളുമായിട്ട് എന്താണ് ബന്ധം? ഇതിനൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ഇംപീച്ച്മെന്റ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇത് നമ്മൾ എവിടുന്നാണ് എടുത്തത്? ഇത് US നമ്മൾ എവിടുന്ന ബോറോ ചെയ്തെന്നുള്ളൊരു ചോദ്യം വരാം. No US president has ever been removed as a direct result of impeachment. The House did impeach 2 presidents, Andrew Johnson and Bill Clinton, but the Senate did not convict them. ഇവിടെയും ബൈക്യാമറലിസം ഉണ്ട് അല്ലേ? സെനറ്റ് പക്ഷെ അവരെ അത് അംഗീകരിച്ചില്ല. ഇപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളിത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മളിത് എന്ത് ചെയ്തിരിക്കുന്നത്, സ്വീകരിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 61 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവരെന്താ പറയുന്നത്? ആർട്ടിക്കിൾ ഓർത്തിരിക്കണേ, ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യാൻ നിവൃത്തിയുള്ളൂ. ആർട്ടിക്കിൾ 61 പറയുന്നത് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാം. അത് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്ത ചാർജസ് എന്തൊക്കെയാണ്? The proposal to prefer such charge is contained in a resolution which has been moved after at least 14 days notice in writing, signed by not less than 1/4 of the total number of members of the House has been given of their intention to move the resolution. ഏത് ഹൗസാണോ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് അവിടുത്തെ 1/3 ആൾക്കാരുടെ അറ്റ്ലീസ്റ്റ് എത്രയാണ്? 1/4, 1/3 1/4 of the total number of population. 4% ആളുകൾ അവരുടെ ഒരു സപ്പോർട്ട് വേണം. ടൈപ്പ് ഓഫ് മജോറിറ്റി റിക്വയർഡ്. അങ്ങനത്തെ റെസൊല്യൂഷന് ഏത് മജോറിറ്റിയാണ് വേണ്ടത്? 2/3 മജോറിറ്റി വേണം. സിമ്പിൾ മജോറിറ്റി അല്ല കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. 2/3 മജോറിറ്റി. ആ വാക്കിലൊക്കെ ക്ലാരിറ്റി ഉണ്ടാവും. ദിസ് ഈസ് കോൾഡ് ക്ലാരിറ്റി. അവര് ഓപ്ഷൻ ഇടുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇറ്റ് ഈസ് ദെൻ സെൻഡ് ടു അതർ ഹൗസ്. അവര് എന്ത് ചെയ്യും? ഈ കേസ് പ്രൊസീഡ് ചെയ്യും, അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. പ്രസിഡന്റ് ഹാസ് ദ റൈറ്റ് ടു ഡിഫെൻഡ് ഓൺ സെൽഫ് ത്രൂ അൺഓതറൈസ്ഡ് കൗൺസിൽ. പ്രസിഡന്റിന് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇഫ് ദ നിങ്ങൾ ഇംപീച്ച്മെന്റ് കണ്ടിട്ടുണ്ടോ? ജഡ്ജിയുടെ ഇംപീച്ച്മെന്റ് കണ്ടിട്ടുണ്ടോ? ജഡ്ജസിന് കുറച്ചാൾ മുമ്പ് ഒരു സെൻ ഉണ്ടായിരുന്നല്ലോ, കൊൽക്കട്ടയിൽ നിന്നുള്ള ആ ജഡ്ജി പാർലമെന്റിന്റെ പ്രൊസീഡിംഗിൽ അത് 2 ദിവസം പങ്കെടുത്തു. ഉണ്ടായിരുന്നു. ഞാനത് ചാനലിൽ ഒന്ന് വാച്ച് ചെയ്യുമായിരുന്നു ഒരു 3 മാസം മുമ്പ്. ലാസ്റ്റ് പക്ഷെ ഇംപീച്ച് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഇംപീച്ച് ചെയ്തില്ല, പുള്ളി ഇത് ചെയ്തു, എന്ത് ചെയ്തു? റിസൈൻ ചെയ്തു. ഇംപീച്ച്മെന്റ് ആവുന്നതിന് മുമ്പ് റിസൈൻ ചെയ്തു. അപ്പോൾ പ്രസിഡന്റ് ഹാസ് ദ റൈറ്റ് ടു ഡിഫെൻഡ് ഹിംസെൽഫ്. ഇഫ് സെക്കൻഡ് ഹൗസ് ഓൾസോ അപ്രൂവ്സ് ദ ചാർജസ് മെയ്ഡ് ബൈ എ സ്പെഷ്യൽ മെജോറിറ്റി അഗെയിൻ, president stands impeached and is deemed to have vacated their office from the date when such resolution is passed. അപ്പോൾ സിമ്പിൾ മജോറിറ്റി അല്ല വേണ്ട, 2/3 മജോറിറ്റി വേണം. ഓർക്കുക, ഇത് വ്യക്തമായിട്ട് ഓർക്കുക കേട്ടോ, വ്യക്തമായിട്ട് ഓർക്കുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു പ്രസിഡന്റ് പോലും ഇംപീച്ച് ചെയ്യപ്പെട്ടിട്ടില്ല. ലീഗൽ ഇമ്മ്യൂണിറ്റി എന്താണ്? രാമേശ്വർ പ്രസാദ് ആൻഡ് ORS വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം, പ്രസിഡന്റ് cannot be prosecuted and imprisoned during his term of office. He or she can be prosecuted after he or she steps down from the post for the guilty committed during the term of the presidency as declared earlier by courts എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം UPSC ചോദിക്കുന്ന എപ്പോഴും ഒരു ചോദ്യത്തിന് ഒരു കണക്ട് ഉണ്ടാവും. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ പല തവണയായിട്ട് വന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഈ ഏരിയയെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഇംപീച്ച് ചെയ്യുക എന്നുള്ളത്. അടുത്തെന്താണ്? 6 elephants die of hemorrhagic septicemia in a fortnight in Odisha's Kalapad sanctuary. അപ്പൊ ഈ കാലാപ്പട്ട് സാങ്ച്വറി എവിടെയാണെന്ന് മനസ്സിലാക്കി. ഇതൊരു ബാക്ടീരിയൽ ഡിസീസാണ് ഈ ഹെമറോജിക് സെപ്റ്റീഷ്യമിയ എന്ന് പറയുന്നത്. ആനിമൽസിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. കണ്ടാമിനേറ്റഡ് വാട്ടർ വഴിയാണ് ഇത് ഉണ്ടാകുന്നത്. റെസ്പിറേറ്ററി ട്രാക്റ്റിലോ ലങ്സിലോ ഈ ബാക്ടീരിയ കടന്നു ചെല്ലും. അത് ന്യൂമോണിയയ്ക്ക് കാരണമാണ്. 2 സെറോടൈപ്സ് ഓഫ് പാസ്ട്രുള്ള മോൾട്ടോസിഡ B2E2
ഇത് കാറ്റിൽസിനെയാണ് പലപ്പോഴും അഫക്റ്റ് ചെയ്യുന്നത്. ഈ സാങ്ച്വറി എവിടെയാണ്? ഈ പറഞ്ഞ സാങ്ച്വറി കാലാപട്ട് സാങ്ച്വറി ഇത് ഈസ്റ്റേൺ ഹൈലാൻഡ്സിലെ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്, ഒരു എക്കോ റീജിയൻ, ഈസ്റ്റ് ഡെക്കാൻ. ഇത് കവർ ചെയ്യുന്നതിലൂടെയാണ് ആന്ധ്ര, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീസ, തെലങ്കാന ഇത്രയും സ്റ്റേറ്റ്സ് കവർ ചെയ്യുന്നു. അടുത്തൊരു വാർത്ത. പാൻഡമിക് ബേ ഇമ്പാക്ട് ഗോൾ ടു ഡബിൾ ഫാം ഇൻകം ബൈ 2022. സെന്റർ പറഞ്ഞൊരു കാര്യം, ഫാം ഇൻകം 2022 ഡബിൾ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. നടക്കാൻ പോകുന്നു. കാര്യം പാൻഡമിക് അതിനെ അഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റിയാണ് ഈ ഫാർമേഴ്സിന്റെ ഇൻകം ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരതിന്റെ റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞ സജഷൻസ് നിങ്ങൾക്ക് ഈ കമ്മിറ്റിയുടെ പേര് കൊടുക്കാം, സജഷൻസ് കൊടുക്കാം. ആ സജഷൻസിൽ വരുന്നത് ഇംപ്രൂവ്മെന്റ് ഇൻ ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി. ഒരു കാര്യം, ക്രോപ്പിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടി. എങ്ങനെ കൂട്ടാൻ പറ്റും? എങ്ങനെയാ ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ? സജഷൻ പറയുന്നത് ഹൈബ്രിഡ് സീഡ്സ് ഉണ്ട്. ഇപ്പൊ പെട്ടെന്ന് കൂടുതൽ ഫലം തരുമോ? ഉണ്ടോ? യൂസ് ചെയ്യാം ഹൈബ്രിഡ് സീഡ്സ്. പിന്നെ വേറെ സജഷൻ പറയും. നിങ്ങൾ ഓരോരുത്തരും പറയും എന്തൊക്കെ ചെയ്യും ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്? എന്താണ് ആ കോൺസെപ്റ്റ്? നേരത്തെ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന UPSC. അതിനെന്താ പറയുന്നത്? ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വിത്തുകൾ. എന്താണ്? ബയോടെക്നോളജി. ബയോടെക്നോളജി ഒക്കെ യൂസ് ചെയ്ത് മോഡിഫൈ ചെയ്ത്, അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും, അല്ല വലിപ്പം കൂടുതലായിരിക്കും. ഇപ്പൊ ഈ പ്രൊഡക്ട്സിന്റെ തന്നെ വലിപ്പം കൂടുതലാണ്. പിന്നെ ഇംപ്രൂവ്മെന്റ് ഇൻ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ടിവിറ്റി. ലൈഫ് സ്റ്റോക്കിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക. റിസോഴ്സ് യൂസ് എഫിഷ്യൻസി ഓർ സേവിങ്സ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എഫിഷ്യൻസി കൂട്ടുക, റിസോഴ്സ് നന്നായിട്ട് യൂസ് ചെയ്യുക. ക്രോപ്പിംഗ് ഇന്റൻസിറ്റി കൂട്ടുക എന്ന് വെച്ചാൽ ഒരു കൃഷിക്ക് പകരം 2-3 കൃഷി, 2-3 തവണ വിളവെടുക്കുക. ഡൈവേഴ്സിഫിക്കേഷൻ ടുവാർഡ്സ് ഹൈ വാല്യൂ ക്രോപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ഓഫ്സ് പലതും അപര്യാപ്തമാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫ്രൂട്ട്സിന് നല്ല വില കിട്ടുമോ? ഫ്രൂട്ട്സ് പക്ഷെ നമ്മുടെ നാട്ടിലെ ഈ തോട്ട നിയമം, പ്ലാന്റേഷൻ ലോ പ്രകാരം ഇത്ര ഏക്കറിന് അപ്പുറത്തേക്ക് ഫ്രൂട്ട് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കർഷകന് എപ്പോഴും വില കുറയുക, കിട്ടുന്നില്ല. അതുപോലെ മത്സ്യവും നെല്ലും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതി മലേഷ്യയിലും ഒക്കെയുണ്ട്. അത് ഈ വരുമാനം വർദ്ധിപ്പിക്കും. നമ്മുടെ ലോസ് പലതും അതിന് അഗെയിൻസ്റ്റ്, അവർ സമ്മതിക്കുന്നില്ല. ഇന്നലെ അല്ലെ പല ലോസ്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, ചില ലോസ് അതിൽ തന്നെ അപര്യാപ്തമാണ്. ഞാൻ ഇന്നലെ 1-2 പൊളിറ്റിക്കൽ ലീഡേഴ്സിനോട് അതിനെക്കുറിച്ച് സംസാരിച്ചു. ഒരു ആർട്ടിക്കിളും എഴുതണം എന്ന് വിചാരിച്ചു. ഇത്തവണ ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾ കേരളത്തിൽ നിന്നുള്ളവർ ഒത്തിരി പേര് സിവിൽ സർവീസ് എക്സാമിൽ പിന്തള്ളപ്പെട്ടു പോയി. അവർക്ക് IAS കിട്ടാൻ അർഹതയുണ്ട് പഴയ റേഞ്ച് വെച്ച്. പക്ഷെ എക്കണോമിക് വീക്കർ സെക്ഷൻ എന്നുള്ള നിയമം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? നോർത്തിൽ നിന്നുള്ള പിള്ളേർ കൂടുതൽ അത് ഉപയോഗിക്കാൻ തുടങ്ങി. കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടത്തില്ല. കാര്യം എന്താണ്? എക്കണോമിക് വീക്കർ സെക്ഷന്റെ ലോ അപര്യാപ്തമാണ്. അതിൽ അപര്യാപ്തത എന്താന്ന് ചോദിച്ചാൽ അതിൽ പറയുന്ന ആനുവൽ ഇൻകം 8 ലക്ഷം രൂപ വരെയാണ്. 5 ഏക്കർ ലാൻഡാ. മൂന്നാമത് പറയുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ താമസിക്കുന്ന സ്ഥലം റൂറൽ ഏരിയ ആണെങ്കിൽ 200 സ്ക്വയർ യാർഡിൽ കൂടാൻ പാടില്ല. സിറ്റി ആണെങ്കിൽ 100 സ്ക്വയർ യാർഡിൽ കൂടാൻ പാടില്ല. വീട് 1000 സ്ക്വയർ ഫീറ്റ് കൂടാൻ പാടില്ല. അതൊക്കെ ഓക്കെ, 1000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഓക്കെ. പക്ഷെ ഈ 200 യാർഡ് എന്ന് പറയുന്നത് കേരളത്തിൽ കൃഷി സ്ഥലവും വീടും ഒരുമിച്ചാണ്. തമിഴ്നാട്ടിലോ അല്ലെ നോർത്ത് ഇന്ത്യ വീട് ഒരിടത്ത് അവരിങ്ങനെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പൊ വീടിരിക്കുന്ന സ്ഥലം അധികം കാണത്തില്ല, കൃഷി സ്ഥലം വേറെയാണ്. അപ്പൊ അവർക്ക് അത് ഗുണകരമാണ്. പക്ഷെ കേരളത്തിലെ ആളുകളെ സംബന്ധിച്ച് കൃഷി സ്ഥലവും വീടും ഒരുമിച്ചിരിക്കുമ്പോൾ അവർക്ക് പലപ്പോഴും ആ റിസർവേഷൻ കിട്ടത്തില്ല. ചില നിയമങ്ങൾ അപര്യാപ്തമാണ്, അല്ലെ? ആ നിയമം നമ്മളത് ചൂണ്ടിക്കാണിക്കും. അപ്പം ഈ ചില നിയമങ്ങൾ ഫാർമേഴ്സിന് അവർക്ക് വേണ്ട അർഹതപ്പെട്ട വരുമാനം, കൂടിയ വരുമാനം കിട്ടുന്നതിന് വിഘാതമാകുന്നു. പിന്നെ എന്താണ്? ഫാം ടു നോൺ ഫാം ഒക്യുപ്പേഷൻസിലേക്കുള്ള ഒരു ഷിഫ്റ്റ്, അല്ലെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി. ഇപ്പൊ ക്രൊയേഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം, നിങ്ങൾക്ക് അത് എവിടെയെങ്കിലും ഒരു കേസ് സ്റ്റഡി ആയിട്ട് കൊണ്ടുവരാവുന്നതാണ്.
ക്രൊയേഷ്യ അവര് ചെയ്തൊരു പരിപാടി, അവിടെ എല്ലാ വീടും ഒരു ഹോം സ്റ്റേ ആയി മാറി. ടൂറിസവും ഫാമിങ്ങൂടെ കണക്ട് ചെയ്തു, ഇന്റർ കണക്ട് ചെയ്തു. രാജ്യത്തിന്റെ വരുമാനം കണ്ടമാനം വർദ്ധിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഈ വിദേശ ടൂറിസ്റ്റുകൾക്കൊക്കെ ഒരു ഫാർമറുടെ വീട്ടിൽ താമസിച്ച് അയാൾ എങ്ങനെയാണ് ഫാമിംഗ് ചെയ്യുന്നത്, എങ്ങനെയാണ് പശുവിനെ കറക്കുന്നത്, ഇതൊക്കെ അറിയാനുള്ള ആഗ്രഹം കാണും. അപ്പോൾ അത്തരത്തിൽ ഉള്ള സജഷൻസും കേസ് സ്റ്റഡീസും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വരികയാണെങ്കിൽ കൊടുക്കുക. ഡിജിറ്റൽ കോപ്പിറൈറ്റ് പേയ്മെന്റ്സ് അടുത്ത ഒരു ന്യൂസ്. ഗൂഗിള് ഫ്രഞ്ച് പബ്ലിഷേഴ്സുമായിട്ട് ഒരു ഡിജിറ്റൽ കോപ്പിറൈറ്റ് പേയ്മെന്റ്സ് ഓൺലൈൻ ന്യൂസ് കണ്ടന്റിന് സൈൻ ചെയ്തു. എന്താണ് ഈ ഗൂഗിളിന്റെ ഫ്രഞ്ച് ഡീലിന് പ്രാധാന്യം അർഹിച്ചത്? ഫ്രാൻസ് ആദ്യത്തെ കൺട്രിയാണ് യൂറോപ്യൻ യൂണിയൻ കോപ്പിറൈറ്റ് റൂൾസ് ഇൻടു നാഷണൽ ലോ ആക്കി അവർ മാറ്റി. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ദിസ് ബോട്ട് ഇൻടു എഫക്ട് നെയ്ബറിംഗ് റൈറ്റ്സ് ലോ. അപ്പൊ ന്യൂലി അഡോപ്റ്റഡ് യൂറോപ്യൻ യൂണിയൻ ഡയറക്റ്റീവ് പറഞ്ഞിരിക്കുന്നത് ഒറിജിനൽ കണ്ടന്റിന് മീഡിയയ്ക്ക് പൈസ കൊടുക്കണം. ഈ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഗൂഗിളിലും ഒക്കെ വരുന്ന കണ്ടന്റിന് പൈസ കൊടുക്കണം. അപ്പൊ ഗൂഗിളും ഫേസ്ബുക്കും ഒക്കെ ഈ ന്യൂ ലോ പ്രകാരം എന്ത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്? അവർ പൈസ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പബ്ലിഷേഴ്സിന് അവര് പൈസ കൊടുക്കണം. അപ്പൊ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോ ആദ്യമായിട്ട് ഫ്രാൻസ് ആണ് നടപ്പിലാക്കിയത് എന്നുള്ളത് മനസ്സിലാക്കുക. അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയെ കുറിച്ചൊരു വാർത്ത. 2021-22 ബജറ്റിൽ പ്രപ്പോസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി. എന്താണ് ഈ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്നത്? ഇത് സെറ്റപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ഓൺഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. സ്റ്റേറ്റ് ഓൺഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്ന് വെച്ചാൽ സെറ്റപ്പ് ബൈ സ്റ്റേറ്റ് ഓൺഡ് സെറ്റപ്പ് ബൈ സ്റ്റേറ്റ് ഓൺഡ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്ന് വെച്ചാൽ ഷെഡ്യൂൾഡ് ബാങ്ക്സും ICICയും HDFC ഒക്കെ പോലുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് കൂടെ ചേർന്നുണ്ട്. അസറ്റ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ബാങ്ക്, ഈ പാൻഡമിക് ബാങ്കുകൾക്കൊരു ഭീഷണി സൃഷ്ടിച്ചോ? ബാങ്കിന് എന്താ ഭീഷണി? പാൻഡമിക് എന്ത് ഭീഷണിയാണ് ബാങ്കിന് സൃഷ്ടിച്ചു? ലോൺ റീപേയ്മെന്റ് ഒക്കെ വളരെ കുറഞ്ഞു, കിട്ടുന്നില്ല. ഇപ്പൊ ബിസിനസ്സുകാർക്ക് ബുദ്ധിമുട്ട് വന്നു, പലർക്കും ബുദ്ധിമുട്ട് വന്നു. അപ്പൊ ലോൺ ഒന്നും തിരിച്ചടയ്ക്കപ്പെടുന്നില്ല. അപ്പൊ ഈ ബാങ്ക് എന്തടിസ്ഥാനത്തിലാണ് ഈ ലോൺ കൊടുക്കുന്നത്? കൊളാട്രൽ വെച്ചിട്ട്. ചിലപ്പോൾ കൊളാട്രൽ ആണ്, വിത്തൗട്ട് കൊളാട്രൽ ആണ്, ഇത് കിട്ടും. അപ്പൊ ഇത് വേറൊരാളുടെ ഇവര് വാങ്ങിച്ചിട്ടാ ഇവരാൾക്ക് കൊടുക്കുന്നതാണോ? എക്സിന്റെ 100 രൂപ വാങ്ങിച്ചു, അവന് 10% പലിശ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ആ 100 രൂപ ബാങ്ക് വൈക്ക് കൊടുക്കും. വൈയുടെ 12% പലിശ കിട്ടും. അപ്പൊ ഈ 2% ബാങ്കിന്റെ ലാഭം. വൈ മുതലും അടയ്ക്കുന്നില്ല, പലിശ അടയ്ക്കുന്നില്ലെങ്കിൽ ബാങ്കിന് നിലനിൽക്കാൻ പറ്റുമോ? ഇല്ല. ബാങ്കിങ് സിസ്റ്റം കൊളാപ്സ് ചെയ്യപ്പെടും. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ഡെറ്റ് ബാങ്ക് തുടങ്ങുന്നു, അതുപോലെ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുന്നു. അപ്പൊ എന്ത് ചെയ്യും? അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ഈ ലോൺ ഏറ്റെടുത്തിട്ട് ഒന്നുകിൽ അത് ഇവര് സെല്ല് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഡെവലപ്മെന്റൽ പ്രൊജക്റ്റ് ആക്കി മാറ്റും. അതിനെയാണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആണ് ഇവർ വാങ്ങുന്നത്. ഈ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലോൺ 3 മാസം അടയ്ക്കപ്പെടുന്നില്ല എങ്കിൽ അത് നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെടും. നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടാൽ ബാങ്കിന് 15 ദിവസത്തിനുള്ളിൽ ജപ്തി നടപടികളിലേക്ക് കിടക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ബാങ്കിനെ സംബന്ധിച്ച് എന്താ ഗുണം? ഈ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി വരുമ്പോൾ ബാങ്കിന് കൂടുതൽ അവരുടെ കീ വർക്കിലേക്ക് ഫോക്കസ് ചെയ്യും. ഇന്ന് പല ബാങ്ക് മാനേജേഴ്സും റോഡിലാണ്. എന്താണ് റോഡിലാവുന്നതിന് കാര്യം? ഫീൽഡിലാണ്. എന്താണ് ഇപ്പം ഈ ഫെബ്രുവരി മാർച്ച് അവര് ഫുള്ള് ഫീൽഡിലാണ്. എന്താണ്? ബാങ്ക് മാനേജേഴ്സിനെയൊക്കെ നിങ്ങളൊന്ന് വിളിച്ചാൽ മതി, സുഹൃത്തുക്കളുണ്ടെങ്കിൽ. എന്റെ ബാച്ച്മേറ്റ്സ്, എന്റെ MBA ബാച്ച്മേറ്റ്സ് ഒരു 8-10 പേര് ബാങ്ക് മാനേജേഴ്സ്. ഇവന്മാരെയൊക്കെ വിളിക്കുമ്പോൾ റോഡിലാണ് പറയും, ഫീൽഡിലാണ്. എന്തിനാ ഫീൽഡിൽ? ഈ കടക്കാരുടെ വീട്ടിൽ പോവുക, എങ്ങനെയെങ്കിലും ലോൺ അടയ്ക്കാൻ പറയും. ഇവർക്ക് ടാർജറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരുടെ കോർ ഏരിയയായി ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ഈ NBS പിരിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ ഈ ഒരു സംഗതി കൊണ്ടുവന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, this helps banks to concentrate in normal banking activities. Banks, rather than going after the defaulters by wasting their time and effort,
they can sell the bad assets to ARC at a mutually agreed value. എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ഒരു 1 കോടി രൂപയുടെ ഒരു കടമുണ്ട്. നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തവർക്കറിയാം, ക്രെഡിറ്റ് കാർഡിൽ ഡീഫോൾട്ടേഴ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ക്രെഡിറ്റ് കാർഡിന്റെ ഡീഫോൾട്ടേഴ്സിന് ഒരാളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ചില ആളുകൾ അവരാരാന്നറിയാമോ? അവരാ ബാങ്കിന്റെ ആളല്ല, അവർ തേർഡ് പാർട്ടി. ബാങ്ക് ഈ ഒരാൾ 1 ലക്ഷം രൂപ ക്രെഡിറ്റ് കാർഡിൽ കൊടുക്കാൻ ഇത് ഇയാൾക്ക് വിൽക്കും. ഈ ക്രെഡിറ്റ് അങ്ങ് വിൽക്കുകയാണ്, ഒരു 60,000 രൂപയ്ക്ക് വിൽക്കും. അവസാനം ഈ എടുത്തയാൾ എന്ത് ചെയ്യും? ഈ പാർട്ടിയായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു 85,000 രൂപയ്ക്ക് സെറ്റിൽ ചെയ്യും. അപ്പൊ ഈ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് എത്രയാ ലാഭം? എത്ര രൂപയാ ലാഭം? എത്ര രൂപയ്ക്ക് വാങ്ങിച്ച ലോണാണ്? 70,000. അയാൾക്ക് 15,000 രൂപ ലാഭം. മനസ്സിലാവുന്നുണ്ട്? ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിങ് ഹാപ്പിയാ. കാര്യം എന്താ? കിട്ടാക്കിടം എന്ന് വിചാരിച്ചിരുന്ന സാധനം അറ്റ്ലീസ്റ്റ് 70 കിട്ടിയല്ലോ. കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ എന്താന്നുള്ളത്? അതെ സർ. അപ്പൊ ഇതിനെയാണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്നത്. കിട്ടാക്കടങ്ങളെ ഉൽപാദനപരമായ സംഗതിയാക്കി മാറ്റി. അടുത്തൊരു കറണ്ട് അഫയേഴ്സ്. ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് കൊണ്ടുവന്നിരിക്കുന്നു. റെയിൽ ഡെവലപ്മെന്റ് അതോറിറ്റി അത് അപ്രൂവ് ചെയ്തിരിക്കുന്നു. മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ആണ് റെസ്പോൺസിബിൾ. അവിടെ എന്താ ചെയ്യുന്നത്? ഡെവലപ്മെന്റ് ഓഫ് വേക്കന്റ് റെയിൽവേ ലാൻഡ്. റെയിൽവേസിന് 43,000 ഹെക്ടേഴ്സ് വേക്കന്റ് ലാൻഡ് ഇന്ത്യ ഒട്ടാകെ. ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് വേർ പബ്ലിക് ട്രാൻസ്പോർട്ട് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ദ സിറ്റീസ്. ഇപ്പൊ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? Land use and transport planning and aims to develop planned sustained urban growth centers having walkable and livable communes with a high density mixed land use. ഇവിടെ എന്താ ചെയ്യും? ഒരു ട്രെയിൻ സ്റ്റേഷന്റെ അടുത്ത് അല്ലെ ഒരു ലൈറ്റ് റെയിലോ ബസ് സ്റ്റോപ്പോ അവിടെ ആ ഏരിയ ഇപ്പൊ വേക്കന്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അതൊരു ഡെവലപ്മെന്റൽ ഏരിയ ആക്കി നമ്മൾ മാറ്റുകയാണ്. അവിടെ പുതിയ പ്രൊജക്റ്റ് വരും. ചിലപ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ആയിരിക്കും. ട്രാൻസിറ്റ് ഹബ്ബായിരിക്കും. അർബനൈസേഷന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്കറിയാം പലപ്പോഴും പോപ്പുലേഷൻ ഒത്തിരി കൂടുന്നുണ്ട്. അപ്പോൾ ഈ റെയിൽവേയുടെയൊക്കെ അഡീഷണൽ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ട്രാഫിക് കൺജഷൻ കുറയ്ക്കും, കാർ ആക്സിഡൻസ് കുറയ്ക്കും, അതുപോലെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള ഹൗസ് ഹോൾഡ് സ്പെൻഡിങ്സും കുറയ്ക്കും. അപ്പോൾ ഒരു പരിധി വരെ അത്തരം ഏരിയയിൽ ചിലപ്പോൾ നമുക്ക് എന്തൊക്കെ വരാം. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ പോളിസി അതുമായി ബന്ധപ്പെട്ടൊരു പോളിസി കൊണ്ടുവരികയാണ്. അവിടെ ചിലപ്പോൾ അവിടെ വീടുകളൊക്കെ പണിയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആളുകൾക്ക് പെട്ടെന്ന് സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും. പെട്ടെന്ന് പബ്ലിക് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരിക. എന്ന് വെച്ചാല് ഈ ടൗൺഷിപ്സ് ഡെവലപ്പ് ചെയ്യുന്നില്ല. ഒരു ഉദാഹരണം പറയാം. ഏതെങ്കിലും ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്തതിന്റെ ഒരു ഉദാഹരണം. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നോയിഡ. നോയിഡ എന്ന് കേട്ടിട്ടുണ്ടോ? നോയിഡ എവിടെയാ? നോയിഡ എവിടെ? ഉത്തർപ്രദേശ്. പക്ഷെ ഞാൻ നോയിഡ ജോലി ചെയ്തിട്ടുള്ള ആള്. ഞാൻ CNN ജോലി ചെയ്യുമ്പോൾ ഞാൻ ഡൽഹിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കുത്തബ് മിനാറിന്റെ തൊട്ട് ബാക്കിൽ മഹറോളിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഞാൻ ബസ്സിൽ കയറി നോയിഡയ്ക്ക് പോകും. അപ്പൊ ഈ നോയിഡ എന്ന് പറഞ്ഞൊരു സിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണ്? ഡൽഹിയുടെ തിരക്ക് കുറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഫെസിലിറ്റീസ് എല്ലാം അവിടെ ഉണ്ടായി. പതിയെ ആളുകൾ എന്ത് ചെയ്തു? ഡൽഹി താമസിച്ചുകൊണ്ടിരുന്ന ആളുകളും അതിനടുത്തോട്ടുള്ള സ്ഥലത്തേക്ക് താമസം മാറ്റാൻ തുടങ്ങി. അപ്പൊ ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ്? ഇങ്ങനെ ഈ റെയിൽവേയുടെ ഒക്കെ കീഴിൽ ഇത്രയും ലാൻഡ്, എത്രയാ ലക്ഷക്കണക്കിന് ഏക്കർ ലാൻഡാണ് റെയിൽവേക്ക്. ഇതൊക്കെ പോസിറ്റീവ് പർപ്പസസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ. അവിടെ തന്നെ എല്ലാ ഫെസിലിറ്റീസും കിട്ടും. അതുപോലെ തന്നെ പലപ്പോഴും എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് അവർക്ക് അഫോർഡബിൾ ഹൗസിങ് നമുക്ക് കൊടുക്കാൻ പറ്റും.
അപ്പൊ ഗവൺമെന്റിന്റെ പോളിസിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലാൻഡ് അർബനൈസേഷൻ ഇത് സഹായകരമാണ്. ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആണ്. കാര്യം എന്താണ്, ഈ ഒത്തിരി ആളുകൾ ട്രാവൽ ചെയ്യുമ്പോൾ കാർബൺ ഫുട് പ്രിന്റ്സ് കൂടും. എങ്ങനെ കൂടും? ഇപ്പൊ നിങ്ങളുടെ ഓഫീസും നിങ്ങളുടെ താമസ സ്ഥലവും ഒരിടത്താണ്, നിങ്ങൾ കാർ ഉപയോഗിക്കേണ്ട കാര്യം വരുന്നുണ്ടോ? കാർബൺ എമിഷൻ കുറയ്ക്കും. നടന്നു പോയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് ഇത് സഹായകരമാവും. റെയിൽവേയുടെ അഡീഷണൽ ലാൻഡ് ഇത്തരം പർപ്പസിന് വേണ്ടി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് സാൻഡസ്? ദി ഗവൺമെന്റ്സ് ന്യൂ ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം. നമ്മളൊരു പുതിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം കൊണ്ടുവരുവാണ് ഗവൺമെന്റ്, വാട്സപ്പിനൊക്കെ പകരം. എന്താണ് അതിന്റെ പേര്? സന്ദേശ്. അപ്പൊ ഇത് യൂസ് ചെയ്തോ? ആരെങ്കിലും ഇത് ഉപയോഗിച്ചോ? ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് സാർ, പക്ഷെ ആരും ഇല്ല. നമ്മൾ ഉപയോഗിക്കണ കുറെ. ഇതെന്താ കാര്യം അറിയാം, ഇതൊന്നും വലിയ പരസ്യം കൊടുക്കൂല. ആവശ്യമില്ലാത്ത കാര്യത്തിനല്ല. ഇപ്പൊ പരസ്യം കാണുന്നുണ്ടോ? ഈ മുഖ്യമന്ത്രിയുടെ ഒക്കെ പരസ്യം എത്ര പേജാണ്? കേരളത്തിൽ ഒരാൾക്ക് എത്രയോ ലക്ഷം കടമുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു ദിവസം മനോരമയുടെ ഫുൾ പേജ് 5-6 പരസ്യം ഒരുമിച്ചാണ്. പക്ഷെ ആവശ്യമുള്ളതിനൊന്നും പരസ്യം ചിലപ്പോ കാണത്തില്ല. പീറ്റേഴ്സിന് പോലും 1.some lakhs കടമായിട്ടുള്ളത്. കടമാണ് പെർ സിറ്റിസൺ. അതെ. എന്നാ പക്ഷെ ആവശ്യമുള്ള ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ വേണമെങ്കിൽ ഗവൺമെന്റ് ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടെ പരസ്യം കൂടുതൽ കൊടുക്കാം. പൊതുവെ 4.5 വർഷം കൊണ്ട് കടം ഡബിൾ ആയെന്നാ പറയുന്നത്. 1.5 ലക്ഷം കോടിയായിരുന്നു. അതിപ്പം പക്ഷെ നമ്മൾ അതൊന്നും ചർച്ച ചെയ്തില്ലല്ലോ, കേരളത്തിൽ ചർച്ച ചെയ്തില്ലല്ലോ. ആളുകള് ഇപ്പൊ ഇവിടെ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് അല്ല പ്രധാനം. ഇപ്പൊ നിങ്ങൾ മിക്കവാറും മണ്ഡലങ്ങളിലെ കാൻഡിഡേറ്റ്സിനെ ഒന്ന് നോക്കുക. അതിൽ എത്ര പേരാണ് ഒരു വിഷനുള്ള കാൻഡിഡേറ്റ്സ്? ഓരോ പൊളിറ്റിക്കൽ പാർട്ടികളും ഇപ്പൊ അവരുടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കാൻഡിഡേറ്റ്സിനെ ഫിക്സ് ചെയ്യാണ്. അപ്പൊ വിഷനുള്ള ആളുകളെ ആരെങ്കിലും വന്നാൽ അവരെ കളിയാക്കുന്ന രീതിയാണ് പൊതുവെ ഇപ്പൊ കാണുന്നത്, അല്ലേ? ആണോ? സാറ് നേരത്തെ പറഞ്ഞില്ലേ ഈ നടന്നു പോകുന്നെന്ന് പറഞ്ഞില്ലേ നമ്മള് ജോലി സ്ഥലത്തോട്ട്. ഈ പറഞ്ഞു. എന്റെ സൗണ്ട് കേൾക്കാവായിരുന്നു. എന്റെ സൗണ്ട് കുറഞ്ഞു കിടക്കേ. ഞങ്ങളുടെ ഇവിടെ ആലപ്പുഴയിലെല്ലാം അതായത് നമുക്ക് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. ഒരു 10 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ പോലും ഇല്ല. അപ്പൊ എല്ലാം അടുത്തടുത്തായിട്ടാ. അപ്പൊ ഈ ആളുകൾക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു വഴി പോലും ഇല്ല അവിടെ എവിടെയായിട്ട്. എല്ലായിടത്തും ഈ ഫുട്പാത്തും ആവശ്യമില്ലാത്ത എല്ലാ ഫ്ലക്സും ഒക്കെ കൂടെ കൊണ്ടുവച്ച്, അതായത് നമുക്ക് നടന്നു പോകണമെങ്കിൽ നമ്മൾ ആ വൈറ്റ് ആയിട്ടുള്ള ലൈനിന്റെ അകത്ത് പുറത്ത്, അതായത് വണ്ടി പോകുന്നിടത്ത് കൂടെ വേണം നമുക്ക് നടന്നു പോകാൻ. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കുറെ ഡെവലപ്മെന്റ് ഒക്കെ വരുന്നുണ്ട് സാർ. ആലപ്പുഴ വേറൊരു കാര്യത്തിൽ എക്സാമ്പിൾ ആണ് കേരളത്തിന്. സൈക്കിൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആലപ്പുഴ. അതും കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കുമല്ലോ, എമിഷൻസ് കുറയ്ക്കും, അല്ലെ? ഇപ്പൊ ഗവൺമെന്റ് പുതിയൊരു സ്കീം, സന്ദേശം എന്ന് പറഞ്ഞ ഒരു ആപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. UN കമ്മിറ്റി, വേൾഡ് ഫുഡ് സെക്യൂരിറ്റിയുടെ കമ്മിറ്റി വന്നിരിക്കുന്നു. അവര് വോളണ്ടറി ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു ഹങ്കർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പട്ടിണി ഒഴിവാക്കാൻ. വേൾഡ് ഫുഡ് സെക്യൂരിറ്റി ഗൈഡ് ലൈൻസിൽ അവർ പറയുന്ന കാര്യങ്ങൾ, അവർ കുറച്ച് ഫോക്കസ്ഡ് ഏരിയ പറയുന്നു. ഒന്ന്, ട്രാൻസ്പെറന്റ്, ഡെമോക്രാറ്റിക് ആൻഡ് അക്കൗണ്ടബിൾ ഗവേണൻസ് എന്ന് വെച്ചാൽ സത്യസന്ധമായ ഭരണം ഉണ്ടെങ്കിലേ, അഴിമതിരഹിത ഭരണം ഉണ്ടെങ്കിലേ സ്കീമുകൾ ആളുകളിലേക്ക് എത്തുകയുള്ളൂ. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ പഠനപ്രകാരം ഇന്ത്യയിൽ 1 രൂപ ഡെവലപ്മെന്റ് പ്രൊജക്ടിന് വേണ്ടി മാറ്റിവെച്ചാൽ അതിൽ വെറും 10 പൈസ മാത്രമേ അതെത്തേണ്ട ആളിൽ എത്തുന്നുള്ളൂ. ബാക്കി 90 പൈസ എവിടെ പോവുകയാണ്? രാഷ്ട്രീയക്കാരുടെയും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെയും പോക്കറ്റിൽ പോവുക ആണോ? യെസ് ഓർ നോ? ഇന്നലെ ഞാൻ ഡ്രൈവ് ചെയ്ത് പോയപ്പോ തൊടുപുഴയ്ക്കാ പോയത്, പാലാ വഴിയാണ് പോയത്. അപ്പൊ കൊടുങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 10 വർഷം മുമ്പ് പണിത ഒരു വെയിറ്റിംഗ് ഷെഡ്. വെയിറ്റിംഗ് ഷെഡിന്റെ ഫ്രണ്ട് വലിയ കാര്യത്തിൽ എഴുതി വെച്ചിരിക്കുക, ഡാഷ് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ മുടക്കി പണിത വെയിറ്റിംഗ് ഷെഡ്. വെയിറ്റിംഗ് ഷെഡ് എന്താണെന്നറിയാം? ഒരു 4 തൂണുണ്ട്, ഇങ്ങനെ 4 തൂണ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആർച്ച് പോലെ വെക്കത്തില്ലേ, ഈ ഡ്രസ് വർക്ക് ചെയ്ത്. അതെന്ന് വെച്ചാൽ വളരെ ചീപ്പാണ്. അതിനൊന്നും ഒരു കോസ്റ്റ്യൂം വരുന്ന കാര്യമല്ല. അതാകെ സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയതാണോ? അത് നമ്മളിവിടെ വീട്ടിലൊക്കെ ചെയ്യിക്കുന്നതല്ലേ. ആ വർക്ക് ചെയ്യാൻ മാക്സിമം കോസ്റ്റ് 75,000 രൂപ വരും. ഒന്ന് ആലോചിച്ച് നോക്കി. അത് ഇപ്പോഴല്ലേ കേട്ടോ, 10 വർഷം മുമ്പ് ചെയ്തതാണ്. 10 വർഷം മുമ്പ് 10 ലക്ഷം രൂപയ്ക്ക് എന്ത് വാല്യൂ ഉണ്ടെന്ന് ആലോചിച്ചു.
അപ്പൊ ഇങ്ങനെയുള്ള ഈ ട്രാൻസ്പെറന്റ് ഡെമോക്രാറ്റിക് അക്കൗണ്ടബിൾ ഗവേണൻസ് വന്നില്ലെങ്കിൽ അത് പലപ്പോഴും പട്ടിണിക്ക് കാരണമാകും. കാര്യം പൗരന് അർഹതപ്പെട്ട തലത്തിലേക്ക് കാര്യങ്ങൾ എത്തത്തില്ല, അല്ലെ? സ്കീംസ് കൂടുതൽ എത്തണം ആളുകളിലേക്ക്. ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ആളുകൾക്ക് എത്തണം, കിട്ടണ്ടേ? വേണോ? ഇപ്പൊ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ നോക്ക്, നിങ്ങൾ റിട്ടയർ ആയാൽ നിങ്ങൾക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല, ഗവൺമെന്റ് എല്ലാം ടേക്ക് കെയർ ചെയ്യും. ആണോ അല്ലയോ? അവിടെ ഒരാൾ ആശുപത്രി കിടക്കുകയാണ്, അവന്റെ എക്സ്പെൻസ് 1 കോടി ആയാലും അത് ഗവൺമെന്റ് പേ ചെയ്യും, ഹെൽത്ത് ഇൻഷുറൻസ് സിസ്റ്റം. നമുക്കും ഇതിനൊക്കെ അർഹതയുണ്ട്. അതിന് വിഘാതമാകുന്നത് എന്താണ്? ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സിലെ അഴിമതിയാണ്. 2, സസ്റ്റൈനബിൾ ഫുഡ് സപ്ലൈ ചെയിൻസ് ടു അച്ചീവ് ഹെൽത്തി ഡയറ്റ്സ് ഇൻ ദ കണ്ടെസ്റ്റ് ഓഫ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫുഡ് സപ്ലൈ ചെയിൻസ് ഉണ്ടാവണം, ഹെൽത്തി ഡയറ്റ് ആളുകളുടെ. ഒരു പരിധി വരെ ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് അവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായെന്നറിയാം? ആർക്കെങ്കിലും ഒബ്സർവ് ചെയ്ത് ആരെങ്കിലും ഒന്ന് പറയാമോ? എന്തുകൊണ്ടാണ് LDF കഴിഞ്ഞ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്കെതിരെ ഈ സ്വർണ്ണ ഡോളർ കള്ളക്കടത്തോ അങ്ങനെ കുറെ ആരോപണം ഉണ്ടായിരുന്നു. ഈ കൊടിയേരിയുടെ അറസ്റ്റ് ചെയ്തതിന് കിറ്റ് ഒരു കാര്യമാണ്. അത് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ക്ഷേമ പെൻഷനുകൾ 1600 എണ്ണം കൊടുക്കുന്നു. ഈ പാവപ്പെട്ടവരുടെ പെൻഷൻ 500 രൂപ എന്നുള്ളത് 1500 ആക്കി വർദ്ധിപ്പിച്ചു. അപ്പൊ ഈ സാധാരണക്കാർക്ക് ഒരു ദിവസം 50 രൂപ എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് ആയിട്ടുള്ള അല്ലെ ഒരു തൊഴിലാളി സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞ വ്യൂ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു പരിധിവരെ അവര് സോഷ്യൽ സെക്യൂരിറ്റിക്ക് കുറച്ചെങ്കിലും പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് ആളുകൾ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി ജനങ്ങൾക്ക് എത്രമാത്രം നന്നായിട്ട് സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. പിന്നെ അടുത്ത എന്താണ്? ഹെൽത്തി ഡയറ്റ്സിലേക്ക് അവർക്കൊരു ആക്സസ്. പക്ഷേ സാറേ 3 മാസത്തിൽ ഒരിക്കലല്ലേ കിട്ടത്തുള്ളൂ ഈ പെൻഷൻ? വാട്ടവർ ചെയ്ത ചുമ്മാ കിട്ടുന്നില്ല, പണ്ടൊന്നും ഇത് കിട്ടുന്നില്ലായിരുന്നല്ലോ, നമ്മുടെ തന്നെ ഫണ്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഇപ്പൊ ആ കിറ്റും ഒത്തിരി പേരെ സപ്പോർട്ട് ചെയ്ത് 1000 രൂപയുടെ കിറ്റ് എല്ലാവർക്കും കൊടുത്തില്ലേ? 2 3 തവണ കൊടുത്തു അല്ലേ? പെർ മന്ത് ഉണ്ട് അവർക്ക്. പെർ മന്ത് ഉണ്ടായിരുന്നു, എല്ലാ മാസം ഉണ്ടായിരുന്നു. ഉണ്ട്. അപ്പൊ അതൊക്കെ എപ്പോഴും ഈ പോളിസീസ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാട് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇത്രയും? കഴിഞ്ഞ തവണ തമിഴ്നാട് പ്രിലിം പാസ്സായ പിള്ളേർക്ക് എല്ലാവരും ലാപ്ടോപ്പ് കൊടുത്തു. തമിഴ്നാടിന് സിവിൽ സർവീസ്, തമിഴ്നാട് ഇപ്പോഴാണ് നമ്മുടെ സർക്കാരുകളൊക്കെ ഈ സിവിൽ സർവീസ് ആസ്പിരൻസിന് ഇത്രയും പൈസയൊക്കെ കൊടുക്കാൻ തുടങ്ങി. നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. തമിഴ്നാട് ആദ്യം തൊട്ട് കൊടുക്കുമായിരുന്നു. അവർ പ്രിലിം പാസ്സായ ലാപ്ടോപ്പ്, അതുപോലെ പ്രിലിമിന് വേണ്ടി പൈസ, പ്രിലിം പാസ്സാകുമ്പോൾ വേറെ പൈസ, ലാപ്ടോപ്പ് പൈസ, പിന്നെ മെയിൻ പാസ്സായാലും ഇന്ന കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ കൊടുക്കും. തമിഴ്നാടിന് ഇത് കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ തമിഴ്നാട്ടിലേക്ക് ഒത്തിരി ഇൻഡസ്ട്രീസും. അപ്പൊ അവര് നികുതിയായിട്ട് കൊടുക്കുന്ന പണം തമിഴ്നാട് സർക്കാർക്ക് ജനങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ തമിഴ്നാട്ടിലെ റോഡുകൾ കണ്ടിട്ടുണ്ടോ? സൂപ്പർ റോഡാണ് സാർ. നമ്മളിങ്ങനെ ഇവരെ കളിയാക്കുകയൊക്കെ ചെയ്യുമെങ്കിലും സംഭവം കിടൽ റോഡുകളൊക്കെയാണ്. കാര്യം ഗവൺമെന്റ് ഫണ്ട് വർദ്ധിപ്പിച്ചപ്പോ അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഡെവലപ്മെന്റിനെ സ്വാധീനിക്കാൻ തുടങ്ങി. ഫുഡ് സേഫ്റ്റി അക്രോസ് സസ്റ്റൈനബിൾ ഫുഡ് സിസ്റ്റം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂട്രീഷണൽ മഴയും വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് റോഡ് പോവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ദാറ്റ് ഈസ് അനദർ തിങ്. കേരളത്തിൽ ഈ കുത്തി ഒഴുക്കിയാ വരുന്നത്, കുത്തൊഴുക്കാണല്ലോ. തമിഴ്നാട്ടിൽ അങ്ങനെയില്ല. വേറൊരു കാര്യമുണ്ട് സാറേ, അവിടുത്തെ വലിയ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് ഒക്കെ അവര് റോഡ് പണിയാനൊക്കെ പൈസ കൊടുക്കും കുറെ. അല്ലല്ല, അവിടെ ഒത്തിരി ഫോർഡും അങ്ങനെ വലിയ വലിയ കമ്പനികൾ വരുമ്പോഴും ടാക്സ് ആയിട്ട് ഒത്തിരി പണവും കിട്ടും ഗവൺമെന്റ്. കേരളത്തെ അപേക്ഷിച്ച് നമുക്കിവിടെ വലിയ സ്ഥാപനങ്ങളോ ഒന്നും ഇല്ലല്ലോ കാര്യമായിട്ട്. പിന്നെന്താണ്? ന്യൂട്രീഷണൽ നോളജ് വർദ്ധിപ്പിക്കുക, ജെൻഡർ ഇക്വാലിറ്റി, വിമൻസ് എംപവർമെന്റും ഫുഡ് സിസ്റ്റവും ആയിട്ടൊരു കണക്ഷൻ ഉണ്ടോ? സ്ത്രീകളുടെ ഇൻകം വർദ്ധിച്ചാൽ പട്ടിണി കുറയും. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? എന്തുകൊണ്ടായിരിക്കും? ഈ പുരുഷന്മാർക്ക് പലപ്പോഴും കിട്ടുന്ന വരുമാനം ആണോ? യെസ് ഓർ നോ? പക്ഷെ സ്ത്രീകൾക്ക് കിട്ടുന്ന വരുമാനം അവർ സൂക്ഷിക്കുകയും അത് കുടുംബത്തിന്റെ കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യും. പട്ടിണി ഒരു പരിധി വരെ കുറയും. ഹ്യൂമാനിറ്റേറിയൻ കോണ്ടസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഫാർമേഴ്സിന്റെ ഇൻകം 2022 ഡബിൾ ആക്കണം എന്നാണ് ഗവൺമെന്റ് ഒരു കാഴ്ചപ്പാട്. കാരണം 14.43 കോടി എന്ന് വെച്ചാൽ അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ആണ്.
55% ആളുകളും ഇന്ത്യയില് അഗ്രികൾച്ചറിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോ ഈ ഫാർമേഴ്സിന്റെ ഇൻകം വർദ്ധിപ്പിച്ചാൽ ഇൻഡയറക്റ്റ് ആയിട്ട് അത് രാഷ്ട്ര വികസനത്തിന് സഹായകരമാകും. ആണോ? കോൺട്രിബ്യൂഷൻ കൂട്ടും. ഇപ്പൊ ഇത് കഴിഞ്ഞ ദിവസം അൽഫോൺസ് കണ്ണന്താനം നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വന്നപ്പോ അൽഫോൺസ് സാർ നിങ്ങളോട് പറഞ്ഞ അതാണ്, അവരുടെ ഉദ്ദേശം അതാണെന്നാണ് പറഞ്ഞത്. ഈ ഫാർമേഴ്സ് ലോയുടെ ഒരു മറ്റൊരു വ്യൂ അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ്. ഗവൺമെന്റിന്റെ ഉദ്ദേശം, അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിലെ മിനിസ്റ്റർ ആയിരുന്നു, ഇപ്പോഴും രാജ്യസഭ MP ആണ്. അപ്പൊ ഫാർമേഴ്സിന്റെ ഇൻകം വർദ്ധിപ്പിക്കാനുള്ള പ്രോഗ്രാംസ് കൊണ്ടുവരിക. ILO പറഞ്ഞിരിക്കുന്നു, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ILOയുടെ മെമ്പർ ആയിരുന്ന MB ജോസഫ് സാർ നിങ്ങളോട് വന്നില്ലേ? ലേബർ കമ്മീഷണർ ആയിരുന്നു, കുറച്ചാണ് മുമ്പ് ഇന്ററാക്ട് ചെയ്യാൻ വന്ന MB ജോസഫ് സാർ. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഡെയിലി വേജസ് ഫോർ സ്കിൽഡ് അഗ്രികൾച്ചറൽ വർക്കേഴ്സ് 48% ആയിട്ട് വർദ്ധിച്ചു. 120 രൂപയായിരുന്നു 94-ലെങ്കിൽ അത് 2012 177. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം വർദ്ധിക്കേണ്ടത് രാജ്യ വികസനത്തിനു കൂടി ആവശ്യമാണ്. അപ്പൊ ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവരുവാണ്. അപ്പൊ ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി കൊണ്ടുവരുന്നു. അതിലൊരു സ്കീം എന്ന് പറയുന്ന PM കിസാൻ, സെൻട്രൽ സെക്ടർ സ്കീം, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ. ഇതിൽ 6000 രൂപ ഒരു വർഷം കൊടുക്കും. എങ്ങനെയാ കൊടുക്കുന്നത്? ഇനെ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് വെച്ചിട്ട്. എന്തിനാ കൊടുക്കുന്നത്? അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ മിനിമം സപ്പോർട്ട് പ്രൈസ് അത് ഇൻക്രീസ് ചെയ്യും. സോയിൽ ഹെൽത്ത് കാർഡ് കൊടുക്കും. ഈ നമ്മുടെ ആളുകൾ പലതും കൃഷി ചെയ്യുന്നത് ഈ മണ്ണ് പരിശോധിച്ചിട്ട് കൃഷി ചെയ്യുന്നവരുടെ എത്രയുണ്ട്? പുറത്ത് ആളുകൾ ആദ്യം ചെയ്യുന്ന പരിപാടി മണ്ണ് പരിശോധിക്കും. ആ മണ്ണിന് പറ്റുന്ന വിളകളാണ് കൃഷി ചെയ്യുന്നത്. എല്ലാ വിളകളും എല്ലാ മണ്ണിലും പറ്റുമോ? ഇല്ല. അപ്പൊ നോക്കൂ, അത് സയന്റിഫിക് ആവണം. ഇപ്പൊ ഞാൻ ഓരോന്നും സയന്റിഫിക് ആകുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം. ഞാന് ആദ്യം ഇവിടെ വീട്ടിൽ കിണർ കുഴിക്കാൻ നേരത്ത് ഒരാൾ പറഞ്ഞു ഇവിടെ വെള്ളം കിട്ടും, കുഴിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് കുഴിച്ചു വന്നപ്പോ എന്ത് പറ്റും? മൊത്തം കല്ലാണ്. ലാസ്റ്റ് ഒരു കുറെ പൈസ വെറുതെ വേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത് ഞാൻ ചെയ്തൊരു കാര്യം, ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ പോയിട്ട് അവിടുന്ന് ആളെ കൊണ്ടുവന്ന് അവരൊരു മെഷീനും ഒക്കെ ആയിട്ട് വന്നു. അവരിറക്കി ഒരു സാധനം ഇങ്ങനെ താഴോട്ട് ഇറക്കിയിട്ട് അവർ പറഞ്ഞത് ഇത്ര അടിയിൽ ഇന്ന താഴ്ച വെള്ളമുണ്ട്. അവരത് കാണിച്ചു തന്നു, അവരുടെ എക്യുപ്മെന്റിൽ കൂടെ കാണിച്ചു തന്നു. നമ്മൾ അവിടെ കുഴിച്ചു, വളരെ നിസ്സാരം. ആദ്യം കുഴിച്ചതിന്റെ 10-1 പൈസ പോലും ആയില്ല. കിണറും കുഴിച്ചു, വെള്ളവും കിട്ടി. അപ്പൊ ഈ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പല കാര്യങ്ങൾക്കും റിസൾട്ടിൽ മാറ്റം വരും. അപ്പൊ ഈ സോയിൽ ഹെൽത്ത് കാർഡ് എല്ലാ കർഷകർക്കും കൊടുക്കുക. ഇത് ഇതൊക്കെ നിങ്ങളുടെ GSSAയുടെ പോയിന്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവരാം, സോയിൽ ഹെൽത്ത് കാർഡ് കൊടുക്കുന്നതിനെ കുറിച്ച്. പിന്നെ പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഈ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു ടാങ്കിൽ നിന്ന് ഈ തുള്ളി നന എന്ന് പറയുന്ന ഒരു പരിപാടി കണ്ടിട്ടുണ്ടോ? അത് ഏലം കൃഷിയുടെ സൈഡിലൊക്കെ. ഏലം മാത്രമല്ല, എല്ലാത്തിനും ചെയ്യാം. അപ്പൊ അതുപോലെ വളം ഇടിക്കാൻ കൊടുക്കാൻ എളുപ്പമാണ്. ഈ ടാങ്കി വളം ഇടും, എന്നിട്ട് സ്പ്രേ ചെയ്യും. അപ്പൊ ഇത് ചെലവ് ചുരുക്കും, കോസ്റ്റ് കൂട്ടും. പ്രധാനമന്ത്രി മൻധൻ യോജന, കിസാൻ മാൻധൻ യോജന, ഇതെന്താണ്? 3000 രൂപ ഫിക്സഡ് പെൻഷൻ. ആർക്കാ കൊടുക്കുന്നത്? ഫാർമേഴ്സിന്. 60 വയസ്സാണ്. നല്ല സ്കീമാണോ ഇത്? യെസ് ഓർ നോ? ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഇതൊക്കെ ഓരോ സ്കീംസും മനസ്സിലായിക്കോണം. പ്രധാനമന്ത്രി മാൻധൻ യോജന ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കുക സൈഡിൽ. ഇതിപ്പോ ക്ലാസ് കഴിഞ്ഞാലാണെങ്കിൽ ഒരു സംഗതി എഴുതി വെച്ചേക്കണം. സത്യം പറഞ്ഞ ഇതൊക്കെ കർഷകർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടോ എന്ന് സംശയമുണ്ടോ? ഉണ്ടോ? പലർക്കും ഇതൊക്കെ അറിവുണ്ടോ ഈ പെൻഷൻ കിട്ടുന്നു? അതുപോലെ ഈ എഴുത്തുകാർക്ക് സ്കീമുണ്ട്. ഈ പല എഴുത്തുകാരും ഇങ്ങനെ കഷ്ടപ്പെട്ട് മരിക്കും, പൈസ ഒന്നുമില്ല. അതുപോലെ കലാകാരന്മാർ, എഴുത്തുകാർക്ക് 1-2 പുസ്തകം പബ്ലിഷ് ചെയ്ത ആളാണ് എപ്പോഴും 4000 രൂപ പെൻഷൻ. ഈ ചെറിയ നാടക കലാകാരന്മാര്, സിനിമയിൽ എന്തെങ്കിലും ചെയ്തവര്, അവർക്ക് പെൻഷൻ ഉണ്ട്. സാംസ്കാരിക, ഇത് പലർക്കും അറിയത്തില്ല, ഇവർ അപേക്ഷിക്കത്തുമില്ല. 60 വയസ്സ് തൊട്ട് അവർക്ക് പെൻഷൻ കിട്ടും. എല്ലാ കലാകാരന്മാർ, തെയ്യം കലാകാരന്മാര്, ഡാൻസ് ടീച്ചേഴ്സ്, ഇവർക്കൊക്കെ ഉണ്ട് സ്കീംസ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഒരു പരിധിവരെ അവയർനെസിന്റെ ഒരു ലാക്ക് ഓഫ് അവയർനെസ് ഒരു പ്രശ്നം. ബീ കീപ്പിംഗ്, ബീ എന്ന് വെച്ചാൽ എന്താണ്? തേനീച്ച വളർത്തൽ, അതിനെ പ്രൊമോട്ട് ചെയ്യുക. ഹണി പ്രൊഡക്ഷൻ കൂട്ടുക. ഇൻട്രസ്റ്റ് സബ്വെൻഷൻ, ഷോർട്ട് ടൈം ക്രോപ്പ് ലോൺസ്, അതിന് ചെറിയ ഇൻട്രസ്റ്റിൽ ലോൺ കൊടുക്കും. പിന്നെന്താണ്? കിസാൻ ക്രെഡിറ്റ് കാർഡ്, ചോദ്യം വരാം. കിസാൻ ക്രെഡിറ്റ് കാർഡ് കൃഷിക്കാർക്ക് കൊടുക്കും. പരമ്പരാഗത കൃഷി യോജന,
ഓർഗാനിക് ഫാമിംഗ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പരമ്പരാഗത കൃഷി വികാസ് യോജന. ഓർഗാനിക് ഫാമിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പരമ്പരാഗത കൃഷി വികാസ് യോജന. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം ഓർഗാനിക് ഫാമിങ്ങിന്റെ ഗുണം എന്താ? ഓർഗാനിക് ഫാമിങ്ങിന്റെ ഗുണം എന്താണ്? ഓർഗാനിക് ഫാമിംഗ് കൊണ്ട് എന്താ ഗുണം? ആരോഗ്യം ആരോഗ്യം സംരക്ഷിക്കാം, കെമിക്കൽ ഇല്ലാത്ത ഫുഡ് കഴിക്കാം, അല്ലെ? അതിനിപ്പോ ഡിമാൻഡ് കൂടി. ലോഞ്ച് ഓഫ് ഇനാം ഇനിഷ്യേറ്റീവ് നേരത്തെ ചർച്ച ചെയ്തതാണ്. ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇനാം ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ നോർത്തിൽ നിന്നുള്ള സാധനമൊക്കെ നമുക്ക് ചീപ്പായിട്ട് ഇവിടെ വാങ്ങിക്കാം. നമ്മുടെ സാധനം അവർക്കും വിൽക്കാം കേട്ടോ. ഇനാം. ഹർമേദ് പർപേഡ് അഗ്രോ ഫോറസ്ട്രി അഡീഷണൽ ഇൻകത്തിന് വേണ്ടി. നാഷണൽ ബാംബു മിഷൻ റിസ്ട്രിക്റ്റഡ് ബാംബു മിഷൻ. പ്രധാനമന്ത്രി ആനന്ദ് ആയ് സംരക്ഷൺ അഭിയാൻ PM ആശ. ഫാർമേഴ്സിന് റെമ്യൂണറേറ്റീവ് പ്രൈസസ് കൊടുക്കും. മൈക്രോ ഇറിഗേഷൻ ഫണ്ട്, അഗ്രോ മാർക്കറ്റിംഗ് ഫണ്ട്, ഇനാം, GRAMs അതൊക്കെയുണ്ട്. ഫാർമേഴ്സ് എഗ്രിമെന്റ് ഓൺ പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസസ് ആക്ട്. എസൻഷ്യൽ കൊമോഡിറ്റീസ് ആക്ടിൽ മാറ്റം വരുത്തി ഡീറെഗുലേറ്റ് ചെയ്ത് അഗ്രി കൊമോഡിറ്റി. ഇതിനെതിരെയാണ് ഇവർ ഈ സമരം നടത്തുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം മീഡിയേറ്റർ പോവും. പിന്നെന്താണ്? അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വിൽക്കാം. അൾട്ടിമേറ്റ്ലി ഫാർമർക്ക് പ്രൈസ് കിട്ടണം. എസ്വർണം വേണ്ടേ? ഇപ്പൊ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ വെച്ചു, ഈ കൊമോഡിറ്റി അവർ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അവര് വില കൂടുമ്പോഴായിരിക്കും അവർ വിൽക്കുന്നത്. ഇപ്പൊ പലപ്പോഴും എന്താ സംഭവിക്കുക? ഇപ്പൊ തക്കാളി എല്ലാം കൂടെ ഇറക്കുകയാണ്. ആ ആഴ്ച ആ മാസം ഹാർവെസ്റ്റിംഗ് പ്രൈസ് ഒന്നും കിട്ടത്തില്ല കർഷകന്. 5 രൂപ 6 രൂപ കിട്ടും. എസ്വർണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുക? സ്റ്റോറേജ് സിസ്റ്റം ഇല്ല. എന്നാൽ ഇത് സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. വില കൂടുമ്പോൾ വയ്ക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ കർഷകനും കൂടുതൽ പ്രൈസ് കിട്ടും. 22,000 ഗ്രാമീൺ അഗ്രികൾച്ചറൽ മാർക്കറ്റ്സ് തുടങ്ങുന്നു. അഗ്രി എക്സ്പോർട്ട് പോളിസി തുടങ്ങുന്നു. ഇതൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അടുത്ത പ്രധാനപ്പെട്ട വാർത്തയാണ്. ആരാണ്? ഒക്കൻചോ ഇവേല. ആരാണ്? WTOയുടെ ആദ്യത്തെ ഹെഡ്. ആഫ്രിക്കൻ വിമനാണ്. വായിച്ചോ? ഞാൻ ഇത് കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ ചർച്ച ചെയ്തത്. നൈജീരിയൻ എക്കണോമിസ്റ്റ് ആണ്. നൊഗോസി ഒക്കോൻചോ ഇവേല. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ WTOയിലൊക്കെ പോകാൻ പറ്റും കേട്ടോ. ഈ ബുധനാഴ്ച നിങ്ങളുമായിട്ട് UN-ന്റെ ഒരു സിവിൽ സർവന്റ് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ബുധനാഴ്ച അദ്ദേഹം UN-ലെ സാധ്യതകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. UN-ലെ തൊഴിൽ സാധ്യതകളെ കുറിച്ച് ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് അദ്ദേഹം നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യും. 164 രാജ്യങ്ങളുണ്ട് WTOയില്. യൂറോപ്യൻ യൂണിയൻ മെമ്പറാണ്. ഇറാൻ, ഇറാഖ്, ഭൂട്ടാൻ, ലിബിയ ഒക്കെ ഒബ്സർവർ ഗവൺമെന്റ്സ്. ഗാൾട്ട് കരാറ് മാരക്കേക്ക് എഗ്രിമെന്റ് പ്രകാരം ആണിത് നിലവിൽ വന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ഉറുഗ്വായ് റൗണ്ട്. WTO ഒരു വേൾഡ് ഓർഗനൈസേഷനാണ്. ലിവിങ് സ്റ്റാൻഡേർഡ്സ് വർദ്ധിപ്പിക്കുക, എംപ്ലോയ്മെന്റ് ജനറേഷൻ കൂട്ടുക, ട്രേഡ് എക്സ്പാൻഷൻ, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നോൺ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? WTOയിൽ ഒപ്പുവെച്ചപ്പോൾ ഒരു പ്രശ്നം, ഒരു രാജ്യത്തിനും പറയാൻ പറ്റത്തില്ല ഞങ്ങള് മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. ഈ WTOയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ LPG മനസ്സിലാക്കണം. എന്താണ് LPG? LPG എന്ന് വെച്ചാൽ എന്താണ്? LPG പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ കുറിച്ചുള്ള എന്റെ ഒരു പുസ്തകമുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട്. LPG എന്ന് വെച്ചാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. LPGയുടെ ഒരു സാഹചര്യം ഞാൻ പറയാം. ഇന്ത്യയില് സർക്കാരുകളിൽ കനത്ത ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നു. ഗവൺമെന്റുകളെല്ലാം കോയിലേഷൻ ഗവൺമെന്റ്. ചന്ദ്രശേഖരുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വരുന്നു. VP സിംഗിന്റെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെന്റ്. ജനതാദൾ എന്ന് പറഞ്ഞ പാർട്ടിയില്ലേ? ജനതാദൾ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ അത് പല സ്പ്ലിറ്റ് ആയി. ജനതാ പരിവാർ സ്പ്ലിറ്റ് ആയി. ബേസിക്കലി സോഷ്യലിസ്റ്റുകളാണ്. അപ്പൊ ഈ ഗവൺമെന്റുകൾക്കൊക്കെ 5 മാസം അല്ലെ 4 മാസം ഇതിൽ കൂടുതലൊന്നും ഭരിക്കാൻ പറ്റുന്നില്ല. 6 മാസം. ഇപ്പൊ ഈ അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിൽ
ഒരു പ്രധാനമന്ത്രി വരും. അയാളെ പ്രധാനമന്ത്രിയാക്കിയത് ഒരു മലയാളിയാണ്. മലയാളിയുടെ പേര് കെ കരുണാകരൻ എന്നാണ്. ആ പ്രധാനമന്ത്രിയുടെ പേര് നരസിംഹറാവു എന്നാണ്. PV നരസിംഹറാവു. ആന്ധ്രയിൽ നിന്നുള്ള PV നരസിംഹറാവുവിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നോമിനേറ്റ് ചെയ്യുകയും അതിനുവേണ്ട ചുക്കാൻ പിടിക്കുകയും ചെയ്ത് രാഷ്ട്രീയ രംഗത്തെ തന്ത്രജ്ഞൻ എന്നറിയപ്പെട്ട കെ കരുണാകരനാണ്. അപ്പൊ ഈ നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കേവലം 1.5 മാസത്തേതായിട്ട് ചുരുങ്ങി. ഫോറക്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും കാര്യം വിദേശത്തു നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ പൈസ കൊടുക്കുന്ന ഈ ഫോറക്സിൽ, ഫോർ എക്സാമ്പിൾ പെട്രോളിയം നമുക്ക് വേണം. പെട്രോളിയം ഇറക്കുമതി ചെയ്യുമ്പോൾ ഈ ഫോറക്സ് റിസർവിൽ നിന്നാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അപ്പൊ ഈ ഫോറക്സ് റിസർവ് 1.5 മാസത്തേതായിട്ട് ചുരുങ്ങിയപ്പോൾ എന്ത് പറ്റി? നമ്മുടെ വീട്ടിലെ അരിയോട് വേണമെങ്കിൽ ഈ ഫോറക്സിനെ താരതമ്യപ്പെടുത്തും. വീട് പട്ടിണിയിലാവും, രാജ്യം പട്ടിണിയിലാവും ഫോറക്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ നമ്മുടെ നാട് കടുത്ത ദാരിദ്ര്യത്തിലോട്ട് പോവുകയാണ്. നമ്മള് ഈ രീതി മുന്നോട്ട് പോയാൽ ഈ സഹായമൊക്കെ പറ്റി ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ആഫ്രിക്കൻ രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥയിലേക്ക്. അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് ചെയ്തു? വേൾഡ് ബാങ്കിനെ സമീപിക്കുക. നമ്മുടെ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്ത് ലോൺ എടുക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോ അവര് മുന്നോട്ടേക്ക് വെച്ച ഒരു സജഷൻ. അപ്പൊ ഈ ഘട്ടത്തിലാണ് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിരുന്ന ഒരു ടെക്നോക്രാറ്റിനെ പിടിച്ച് നമ്മുടെ നരസിംഹറാവു ഫിനാൻസ് മിനിസ്റ്റർ ആക്കി. കാര്യം അല്ലെ ഇത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഫിനാൻസ് മിനിസ്റ്ററുടെ പേരായിരുന്നു മൻമോഹൻ സിംഗ്. അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മാറി. അപ്പോ അദ്ദേഹവും റാവുവിനെ അഡ്വൈസ് ചെയ്തു. റാവുവിനോട് പറഞ്ഞു ഓപ്പൺ അപ്പ് ദ എക്കോണമി എന്നാണ് അദ്ദേഹം. എന്ന് വെച്ചാൽ ഓപ്പൺ അപ്പ് ദ എക്കോണമി എന്ന് വെച്ചാൽ മറ്റേത് ഫുൾ ഗവൺമെന്റ് കൺട്രോൾ. ആശുപത്രി നടത്തുന്നത് ഗവൺമെന്റ്, ഹോട്ടൽ നടത്തുന്നത് ഗവൺമെന്റ്, ലൈസൻസ് രാജാണ്. എന്താ ലൈസൻസ് രാജ് എന്ന് വെച്ചാൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ലൈസൻസ് വേണം. ബിസിനസ്സുകാരെ ദ്രോഹിക്കുന്ന നടപടി ഈ സർക്കാരുകൾ ഇപ്പോഴും പലപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ ബിസിനസ്സുകാരെ എന്തോ ശത്രുവായിട്ട് അവരും കരുതുന്നത്. ആണോ ക്യാപിറ്റലിസ്റ്റുകള്? അവരിവിടെ വന്നാൽ എങ്ങനെ അവരെ തകർക്കാം? അല്ലെ, അവർക്ക് ഒരു സപ്പോർട്ടും കൊടുക്കുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഇപ്പൊ മോഡിയൊക്കെ പറഞ്ഞത്. അതെല്ലാം മാറണം. മോഡിയുടെ ചില കാര്യങ്ങളിൽ എനിക്കതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ചില പോളിസീസ് വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. ചിലതിനോട് യോജിപ്പില്ലെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന കാര്യമുണ്ട്. ഇപ്പൊ ഈ ആത്മനിർഭർ ഭാരത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. കാര്യം മാനുഫാക്ചറിങ് സെക്ടറിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം നല്ലതാണ്, പോസിറ്റീവ്. ഡിജിറ്റൽ ഇന്ത്യ അല്ല ചില കാര്യങ്ങൾ അല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോ എന്ത് ചെയ്തു ഈ മൻമോഹൻ സിംഗ്? അപ്പൊ വേൾഡ് ബാങ്ക് പറഞ്ഞു ഇന്ത്യൻ എക്കോണമി ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? നിങ്ങള് എന്ത് ചെയ്യണം? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇന്ത്യൻ എക്കോണമി ഓപ്പൺ ചെയ്യുക എന്ന് പറയുമ്പോൾ വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ വരാനുള്ള സാഹചര്യം ഒരുക്കും. ഇന്ത്യക്ക് വിദേശത്തോട്ടും പോകാം. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? നോൺ ഡിസ്ക്രിമിനേഷൻ, തരംതിരിവ് പാടില്ല. അപ്പൊ എന്താണ്? കൺട്രീസ് വിൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് വൺ ഫ്രം അനദർ. ഇറ്റ് ഹാഡ് ബീൻ അച്ചീവ്ഡ് ത്രൂ മോസ്റ്റ് ഫേവേർഡ് നേഷൻസ് സ്റ്റാറ്റസ്, ന്യൂട്രൽ ട്രേഡിംഗ് റിലേഷൻസ് ആൻഡ് നാഷണൽ ട്രീറ്റ്മെന്റ് ടു നോൺ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ്. റെസിപ്രോക്കിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൊടുക്കാം. നമുക്ക് ഇവിടെ വിൽക്കാം, നമുക്ക് അവിടെയും വിൽക്കാം. അവർക്ക് ഇവിടെ വിൽക്കാം, നമുക്ക് അവിടെയും വിൽക്കാം. WTO ഇന്ത്യ WTOയുടെ ഒരു ഫൗണ്ടർ മെമ്പറാണ്. ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ് ഗാറ്റ് 1947 നിലവിൽ വന്നു. അതില് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡില് ഭാഗഭാക്കാണ്. സർവീസസ് എക്സ്പോർട്ട് 40% വരുന്നുണ്ട് ഇന്ത്യയുടെ എക്സ്പോർട്ടിൽ. സർവീസസ് എക്സ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഏതാ? IT. ഇന്ത്യയുടെ GDPയുടെ 55% ഇത് വരും. ഇന്ത്യയുടെ GDP എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. അതില് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന IT സെക്ടറാണ്. അപ്പം എംപ്ലോയ്മെന്റ് ഒരുപാട് ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയുടെ എക്സ്പോർട്ട് മെയിൻലി IT ആൻഡ് IT എനേബിൾഡ് സർവീസസ് ആണ്. ഇത് ടേർഷറി സെക്ടറാണ്. പ്രൈമറി എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ, സെക്കൻഡറി എന്ന് വെച്ചാൽ മാനുഫാക്ചർ, ടേർഷറി എന്ന് വെച്ചാൽ IT. നമ്മൾ കൂടുതലും കൊടുക്കുന്നത് US-ലേക്കാണ് 33%, യൂറോപ്യൻ യൂണിയൻ 15%. അങ്ങനെയാണ് പോകുന്നത്. ഉറാഗ്വ റൗണ്ടിന് ശേഷം എന്ത് ചെയ്തു? ഇന്ത്യ നമ്മുടെ ലിബറലൈസ് ചെയ്തു നമ്മുടെ പോളിസീസ്. FDI അലൗഡ് ആണ്. എല്ലാ മേഖലയിലും FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അലൗഡ് ആണ്. ഫോറിൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ വരാം, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ബാലിയിൽ നടന്ന മിനിസ്റ്റീരിയൽ കോൺഫറൻസിൽ
ഒരു എഗ്രിമെന്റ് വന്നു പബ്ലിക് സ്റ്റോക്ക് ഹോൾഡിങ്ങിനെ കുറിച്ച്. ഇന്ത്യ പലപ്പോഴും ഈ ചില പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടും പലതിലും, പ്രത്യേകിച്ച് ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഉള്ള കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ബസുമതി റൈസ്, ഡാർജിലിംഗ് ടീ, അൽഫോൺസോ മാംഗോ. അപ്പൊ എന്താണ് അതില് നമ്മൾ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ട്രിപ്സ് പ്രകാരം നമ്മൾ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടും. ലോകത്തിലെ ഏറ്റവും നല്ല ചായ ഏത് ചായ? ആസാം ആപ്പിൾ വാലി ആണോ? ഡാർജിലിംഗ് ടീ അല്ലെ? ഡാർജിലിംഗ് ടീ. പക്ഷെ ഏറ്റവും നല്ല ചായപ്പൊടി ഡാർജിലിംഗ് ടീ ആണ്. പക്ഷെ ആ ചായപ്പൊടി വെച്ചുള്ള ഏറ്റവും നല്ല ചായ എവിടാ കിട്ടുന്നതെന്ന് അറിയാം? എവിടാ കിട്ടുന്നത്? എവിടെ കിട്ടും? ജപ്പാനിലാണ് കിട്ടുന്നത് അല്ലെ? അപ്പൊ ആ റൈറ്റ്സ് ഒക്കെ ഇവര് റൈറ്റ്സിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇന്ത്യ ഈസ് അഗെയിൻസ്റ്റ് എനി ഇൻക്ലൂഷൻ ഓഫ് നോൺ ട്രേഡ്. അപ്പോ ഈ WTO മെമ്പറാണ് ഇന്ത്യ. ചില കാര്യങ്ങളിൽ നമ്മൾ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ആവശ്യപ്പെടുന്നുണ്ട്. ചില കാര്യങ്ങളിൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് തകരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചില ഇമ്പോർട്ട്സ് ബാൻ ചെയ്യും ചില കേസ്. അടുത്ത ഒരു ചോദ്യം, അടുത്തൊരു ഏരിയ കൈലാഷ് റേഞ്ച് ലൊക്കേഷൻ ഫീച്ചേഴ്സ്. നമുക്കൊരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം കേൾക്കാം. താങ്ക് യു. റേഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യൻ ട്രൂപ്സ് കൈലാസ് റിഡ്ജ് ഓപ്പറേഷൻ leaving China by surprise, there is need to have look at the strategic importance of the Kailas mountain range and the lessons learned by India. കൈലാസ് റേഞ്ച് എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് 1962 തൊട്ട്. അന്നാണ് ചൈന നമുക്കറിയാം ഒരു ഒഫൻസ് ആദ്യമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ചൈന അവര് അക്സായ് ഏരിയയിൽ അവർക്കൊരു കൺട്രോളർ ഉണ്ട്. കാര്യം അവരുടെ ഒരു വെസ്റ്റേൺ ഹൈവേ അത് കാഷ്ഗർഗിനെ സിങ്ജിയാങ്ങും ടിബറ്റിലെ ലാസയായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലമാണ്. അവർക്ക് അവിടെ ഒരു കൺട്രോൾ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പൊ കാരക്കോരം റേഞ്ച്, കൈലാസ് റേഞ്ചിലേക്ക് നോക്കുവാണെങ്കിൽ കാരക്കോറം റേഞ്ച് പാങ്കോങ്സോയുടെ നോർത്തേൺ സൈഡിലാണ് എൻഡ് ചെയ്യുന്നത്. കൈലാഷ് റേഞ്ച് ഒറിജിൻ ചെയ്യുന്ന എവിടെയാന്ന് ചോദിച്ചാൽ സദേൺ ബാങ്ക് ആൻഡ് റൺസ് നോർത്ത് ഈസ്റ്റ് ടു സൗത്ത് ഈസ്റ്റ് ഫോർ ഓവർ 60 കിലോമീറ്റേഴ്സ്. 60 കിലോമീറ്റർ നീളത്തിലാണ് ഈ കൈലാഷ് റേഞ്ച് നിറഞ്ഞു നിൽക്കുന്നത്. കൈലാഷ് റിഡ്ജ് അത് ഒരു ബ്രോക്കൺ ടെറൈൻ ആണ്. 4000 മുതൽ 5000 വരെ മീറ്റർ ഉയരമാണുള്ളത്. ഹെൽമറ്റ് ടോപ്പ്, ഗുരൂങ് ഹിൽ, സ്പാങ്കൂർ ഗ്യാപ്, മുഗ്ഗൂർ ഹിൽ, മുക്പാരി, റേസാംഗ്ല, റെജിൻല ഇതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട ഏരിയാസ്. ഈ ട്രാൻസ് ഹിമാലയൻ മൗണ്ടിന്റെ പ്രത്യേകതകള്, ട്രാൻസ് ഹിമാലയൻ റീജിയൻ അല്ലെങ്കിൽ ടിബറ്റൻ ഹിമാലയൻ റീജിയൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ഹിമാലയയുടെ നോർത്തേൺ സൈഡിലാണ്. അതിൽ കാരക്കോരം ഉണ്ട്, ലഡാക്ക് ഉണ്ട്, സസ്കർ ഉണ്ട്, കൈലാഷ് ഉണ്ട്. ഇത് 4ഉം കൂടെ കൂടിച്ചേർന്നാണ് ട്രാൻസ് ഹിമാലയൻ റേഞ്ച് എന്ന് അറിയപ്പെടുന്നത്. ടിബറ്റൻ ഹിമാലയ റീജിയൻ എന്നും ഇത് അറിയപ്പെടുന്നു. കാരണം ഇതിന്റെ കൂടുതൽ ഭാഗവും ടിബറ്റിൽ ഉൾക്കൊള്ളുന്ന ആയതുകൊണ്ട്. കാരക്കോരം റേഞ്ച് അറിയപ്പെടുന്നത് ഹൈ ഏഷ്യ, ബാക്ക് ബോൺ ഓഫ് ഹൈ ഏഷ്യ എന്നാണ് ഈ കാരക്കോരം റേഞ്ച് അറിയപ്പെടുന്നത്. അപ്പൊ ഒരു സ്റ്റഡി ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഒരു ക്ലീൻ കോൾ സെന്റർ, യെസ്, ഇതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. കോൾ ബേണിംഗ് കോസിംഗ് ഹെവി എയർ പൊല്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയില് എയർ പൊല്യൂഷൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഈ കോള് കത്തിക്കുന്നു. കോൾ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് കത്തിക്കുന്നത്? നമ്മൾ പലപ്പോഴും എവിടെയൊക്കെയാണ് കോള് കൂടുതലായിട്ട് യൂസ് ചെയ്യുക? കോള് പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോ ഇലക്ട്രിക്കൽ തെർമൽ പവർ സ്റ്റേഷൻസിലാണ് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. സോളാർ എനർജിയിലേക്കും അല്ലെങ്കിൽ സസ്റ്റൈനബിൾ എനർജിയിലേക്കും ഒക്കെ നമ്മൾ മാറണമെന്ന് പറയുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇപ്പോൾ കോൾ ബേസ്ഡ് തെർമൽ പവർ സ്റ്റേഷൻസ് ആണ് സൾഫർ ഡയോക്സൈഡ് പകുതിയോളം കൊണ്ടുവരുന്നത്. 30% നൈട്രജൻ ഓക്സൈഡ്, 20% പാർട്ടിക്കുലേറ്റ് മാറ്ററും പൊടിപടലങ്ങളും ഒക്കെ ആക്കിയിട്ട് എയറും പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തെർമൽ പവർ സ്റ്റേഷനിൽ പലപ്പോഴും നമുക്കറിയാം ഡിലേ ഇൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് ലേറ്റസ്റ്റ് കാർബൺ ക്യാപ്ചർ സ്റ്റോറേജ് ടെക്നോളജി. അപ്പൊ ഇത് എയർ പൊല്യൂഷന് വലിയൊരു കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പഴയ ഈ കോൾ ഫയേർഡ് പവർ സ്റ്റേഷൻസിനെ ഒരു പരിധി വരെ സ്റ്റോപ്പ് ചെയ്യണം.
സ്ട്രഗ്ലിംഗ് യൂണിറ്റ്സിന് സപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കണം, ടെക്നോളജി കൊടുക്കണം. ഡിസ്ഇൻവെർട്ടൈസിങ് ബിസിനസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ കോള് യൂസ് ചെയ്ത് ഓടുന്ന ബിസിനസ്സിന് അവർക്ക് ടാക്സസ് ഒക്കെ കൂടുതലായിട്ട് ഏർപ്പെടുത്തുക. കാർബൺ ക്യാപ്ചർ സ്റ്റോറേജ് നടപ്പിലാക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുമ്പോൾ അത് സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള നടപടിക്രമങ്ങൾ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അങ്ങനെ അത്തരത്തിലുള്ള ഒരു പോളിസി നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ് പറയുക. Geospatial sector in India. India is opening up the sector. Ministry of Science and Technology has released new guidelines for the geospatial sector in India. The past decade has been increase in the use of geospatial data for daily life. Satellite data അതൊക്കെ തന്നെ നമുക്ക് ഡെവലപ്മെന്റൽ പർപ്പസസിന് വേണ്ടി സയൻസ് ആൻഡ് ടെക്നോളജി കൊണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ അത് ഡെവലപ്മെന്റൽ പർപ്പസസിന് വേണ്ടി. അത് ലൊക്കേഷൻ ഇൻഫർമേഷൻ ഉണ്ടാവും, അതുപോലെ ടെമ്പറൽ ഇൻഫർമേഷൻ ഉണ്ടാവും. അത് പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി, അല്ലെ ലൊക്കാലിറ്റി ലൈൻസ്, വാട്ടർ ബോഡീസ്, പബ്ലിക് കമ്മ്യൂണിറ്റീസ്, ഇങ്ങനെയൊക്കെയുള്ള ഈ ഡാറ്റാസ് പൊതുസമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് പറയുക. ഇപ്പൊ നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാ കിട്ടുക? അത്യാവശ്യം എല്ലാ നിയർ ഏരിയാസ് കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു വിശദ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നില്ലേ. അപ്പം ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ജിയോസ്പേഷ്യൽ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ സെക്യൂരിറ്റി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഡിഫൻസിന്റെ കീ സെന്റേഴ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ചില റെസ്ട്രിക്ഷൻസ് വെക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇന്ത്യയിൽ പലയിടത്തും ഡാറ്റ ഇല്ലാത്തത് ഡെവലപ്മെന്റിന് ഹാനികരമാകുന്നു. മാപ്പിംഗ് അതിന് സമയം എടുക്കുന്നുണ്ട്. ഒരു പരിധിവരെ ഈ ടെററിസ്റ്റുകളെ പോലും നേരിടാൻ നമുക്ക് ഇങ്ങനത്തെ ഡാറ്റ ഒക്കെ സഹായകരമാവൂ. കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞൊരു അമേരിക്കയുടെ ബൈഡന്റെ പുതിയൊരു വിർച്വൽ വാൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ ഹിന്ദുവിൽ ചർച്ച ചെയ്തിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. എന്താ വിർച്വൽ സെക്യൂരിറ്റി, വിർച്വൽ വാള്, അതിർത്തിയിൽ യൂസ് ചെയ്യുന്ന എന്താ അവര് വിർച്വൽ വാൾ എന്ന് പറഞ്ഞു? സ്മാർട്ട് വാൾസ് എന്ന് വെച്ചാൽ ഡ്രോൺസ് അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് വെച്ചിട്ട് അതിർത്തി സുരക്ഷിതമാക്കി. ക്യാമറ അല്ലേ? നമ്മൾ ആളുകളെ തന്നെ ഡിപ്ലോയ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സുപ്രീം കോടതി സേഫ്റ്റി സിസ്റ്റം, എയർപോർട്ടിലെ സേഫ്റ്റി സിസ്റ്റത്തെ കുറിച്ച് എയർ ക്രാഷ് ഹിയറിംഗ് പെറ്റീഷൻ കേട്ടപ്പോൾ ചോദിക്കുകയുണ്ടായി. ട്രാജിക് മാംഗ്ലൂർ എയർ ക്രാഷ് ഓഫ് 2010 ആൻഡ് ദ റീസെന്റ് വൺ ഇൻ കോഴിക്കോട്. കോഴിക്കോട് ഈയിടെ തകർന്നു അല്ലെ? എയ്റോപ്ലെയിൻ രണ്ടായിട്ട് തകർന്നു പോയി. മാംഗ്ലൂർ എന്താ സംഭവിച്ചു? അതുപോലെ തന്നെ നേരെ താഴേക്ക് വീണുപോയി. രണ്ടും ടേബിൾ ടോപ്പ് എയർപോർട്ട്സ് ആണെന്ന് തോന്നുന്നു അല്ലെ? ടേബിൾ ടോപ്പ് എയർപോർട്ട്സ് അല്ലെ? രണ്ടും അല്ലേ? അതല്ലേ? അതെ. അപ്പൊ അവിടെ അത്തരം സ്ഥലങ്ങളില് ഫ്ലൈറ്റ്സ് ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. സേഫ്റ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അപ്പൊ അതിനെക്കുറിച്ച് ജഡ്ജി ചോദിച്ചു എന്നാണ് പറയുന്നത്. കാലാദൻ പ്രൊജക്ട് ഫൈനൽ സ്റ്റേജിലാണ്. ഇന്ത്യ മ്യാൻമാർ. ഇപ്പൊ ഈ മ്യാൻമാറില് ഇപ്പോഴത്തെ ഇഷ്യൂ ഉണ്ടായിട്ട് ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്തായിരുന്നു? പട്ടാള അധികാരം പിടിച്ചെടുത്തിട്ട് ഇന്ത്യ വലിയ സ്ട്രോങ് ആയിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്തോ? ഇല്ല. എന്തുകൊണ്ടായിരിക്കും? എന്താണ് റീസൺ? ഇന്ത്യക്ക് പട്ടാളക്കാരായിട്ട് അടിയില്ലാതിരിക്കുന്നതല്ല നല്ലത്. മീൻസ് ചൈനയുടെ സ്വാധീനം അവിടെ കൂടുതലാണ്. മാത്രമല്ല ഇപ്പൊ ആങ് സാൻ സുകി ഭരിച്ചപ്പോഴും പട്ടാളത്തിന്റെ കയ്യിൽ തന്നെയായിരുന്നു എന്ത് കൺട്രോൾ. നമുക്കവിടെ ഒരു ദേശം വെച്ച് ചൈനയുടെ ഓവർ ഇൻഫ്ലുവൻസ് അവിടെ വരാൻ പാടില്ല. നമുക്ക് ആ ചൈനനെ ഒരു പരിധി വരെ നമുക്ക് തുരത്തേണ്ടതുണ്ട്. ചൈന ഇന്ത്യയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്, എല്ലാ വശത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഇപ്പൊ കാലാദാൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രൊജക്ട് അത് അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ്. കാലാദാൻ ഇന്ത്യയും മ്യാൻമാറുമായിട്ടുള്ള ഡീലാണ്. സിറ്റ്വേ പോർട്ടാണ് അത് ഓപ്പറേഷണൽ ഫോർ സം ടൈം. പലേറ്റ്വാല ഇൻലാൻഡ് വാട്ടർ ടെർമിനൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാലാദാൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റും ലോഞ്ചിങ്ങിലാണ്. ഡിജിറ്റൽ ഇന്റലിജൻസ് യൂണിറ്റ്, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരു ഡിജിറ്റൽ ഇന്റലിജൻസ് യൂണിറ്റ്
നടപ്പിലാക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കൊമേഴ്ഷ്യൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഫിനാൻഷ്യൽ ഫ്രോഡ് അങ്ങനത്തെ കേസസ് ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് എല്ലാം കൂടെ കണക്ട് ചെയ്യപ്പെടും. കംപ്ലൈൻസ് പെട്ടെന്ന് പരിഹരിക്കപ്പെടും. അതൊക്കെ ഓൺലൈനായിട്ട് തന്നെ പരിഹരിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഇതിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. നമുക്ക് 110ഓളം പേജസ് ഉണ്ട്, 40 പേജേ ആയിട്ടുള്ളൂ. പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. സാദിയ എർത്ത്ക്യൂക്ക് എവിടെയാ സംഭവിച്ചത്? ഈസ്റ്റേൺ ഹിമാലയാസിൽ റീസെന്റ് സംഭവിച്ചു. ഇൻഡോ ചൈന ബോർഡറിലാണ് ഈ എർത്ത്ക്യൂക്ക് സംഭവിച്ചത്. സീസ്മിക് മാപ്പ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ സോണിനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ലോ റിസ്ക്, മോഡറേറ്റ് റിസ്ക്, ഹൈ റിസ്ക്, വെരി ഹൈ റിസ്ക് എന്നുള്ള രീതിയിൽ തരം തിരിച്ചിട്ടുണ്ട്. NDMA ഫ്ലാഷ് ഫ്ലഡിന് ഗൈഡ് ലൈൻ കൊടുത്തിരിക്കുകയാണ്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അപ്പം അവരെന്താ ചെയ്യുന്നത്? അവർ പൊട്ടൻഷ്യലി ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ലേക്സ് ഇവയെക്കുറിച്ചൊക്കെയുള്ള ഒരു ഡാറ്റ അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അഡ്വാൻസ്ഡ് വാർണിംഗ് പല ആളുകൾക്കും കൊടുക്കുന്നുണ്ട്. ഒരു പരിധി വരെ നമുക്കറിയാം ഇത്തരം സന്ദർഭങ്ങളിൽ ആളുകളെ കൃത്യമായിട്ടും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കുക. വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ ഹാസ് ആസ്ക്ഡ് why India should have only one capital and suggested that there be more 4. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഇന്ത്യക്ക് 4 ക്യാപിറ്റൽ വേണം. അപ്പൊ അത് ഒക്കെ ഒരു നമുക്ക് പൂർണ്ണമായിട്ട് അത് ഉൾക്കൊള്ളാനൊന്നും പറ്റത്തില്ല. ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ ഇവരിങ്ങനെയൊക്കെ പറയും. പണ്ട് കൽക്കട്ട ഇന്ത്യയുടെ ക്യാപിറ്റലായിരുന്നു. പിന്നെ അത് 1911 ഡൽഹിയിലോട്ട് പോയത്. അപ്പൊ ഈ കൺസെപ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? 15ഓളം രാജ്യങ്ങൾ അവർക്ക് മൾട്ടിപ്പിൾ ക്യാപിറ്റൽസ് ഉണ്ട്. ബൊളീവിയ, ജോർജിയ, നെതർലാൻഡ്സ്. സൗത്ത് ആഫ്രിക്കയ്ക്ക് 3 ക്യാപിറ്റൽ. അപ്പോ അതെന്താന്ന് ചോദിച്ചാൽ ജുഡീഷ്യൽ ഒരിടത്തിരിക്കും, ലെജിസ്ലേറ്റീവ് വേറൊരിടത്തിരിക്കും, എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് വേറൊരിടത്തിരിക്കും. ആന്ധ്രാപ്രദേശ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒരു AP ഡീസെൻട്രലൈസേഷൻ ബില്ല് റീസെന്റ് പുറപ്പെടുവിച്ചിരുന്നു. എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ വിശാഖപട്ടണം, ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ അമരാവതി, ജുഡീഷ്യൽ കവർണർ. ഇതിന്റെ വേറൊരു സൈഡ് വല്ല പ്രശ്നമുണ്ട്, 3 പറക്കേണ്ടി വരും. ഇതാകുമ്പോ ഒരിടത്ത് പോയാൽ അല്ലേ? 3 സിറ്റിയിലും എയർപോർട്ടും ഇല്ല. അത് മാത്രല്ല ഭയങ്കര ഡിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണ്. ഇത് അവസാനം ഇത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ? ഇപ്പൊ നമുക്ക് ഡൽഹി പോയാൽ ചിലപ്പോ ഒറ്റയടിക്ക് കാര്യം സാധിച്ചുകൊണ്ടിരാൻ പറ്റുന്നിടത്ത് കേരളത്തിൽ കിടക്കുന്ന ആള് കൽക്കട്ട വരെ പോണേ എന്ത് പ്രയാസമാണ്. അവർക്ക് പിന്നെ കുറച്ചെന്താ പൊളിറ്റിക്കൽ രീതിയിലൊക്കെ ഉള്ള കാഴ്ചപ്പാടിലൊക്കെ പറയുന്നതാണ് പലതും. കിരൺ ബേദിയെ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് മാറ്റി. പവേഴ്സ് ഓഫ് സോഴ്സസ് ഓഫ് LG ഓഫ് പുതുച്ചേരി. വായിക്കുക കേട്ടോ, ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് വായിച്ചു. (2020) ഇന്ത്യയുടെ ഏജ്ഡ് പോപ്പുലേഷൻ പറഞ്ഞ അവർക്ക് ഇൽ ട്രീറ്റ്മെന്റ് ലഭിച്ച് എന്ന് വെച്ചാൽ എന്താണ്? അവരെ പലരെ ആശുപത്രി കൊണ്ടുപോയില്ല. പലർക്കും ആശുപത്രി പോകാൻ പേടിയായിരുന്നു. ആണോ? ഇപ്പോ ഈ ഡയബറ്റിക്സ് ഒക്കെ ഉള്ള ആളുകളൊക്കെ മറ്റേ സ്ഥിരം ഹോസ്പിറ്റലിൽ കൊണ്ടിരുന്നവരൊന്നും ഇപ്പൊ പോകുന്നില്ല. നോർമലുള്ളവർക്ക് പോകാൻ പേടിയാ സാർ. പേടിയാണ്. ഇനി പോയി കഴിഞ്ഞാൽ ഇത് കിട്ടുമോന്നല്ലേ? മാത്രല്ല അവിടുന്ന് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ അതും ഒരു പ്രശ്നമാണ്. ഡീക്രിമിനലൈസേഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇന്ത്യ പലപ്പോഴും ക്രിമിനലുകളാണ് പൊളിറ്റിക്സിലുള്ളത്. ആണോ?
മാറണ്ടേ? ഇതിനൊരു മാറ്റം വരണം. നിങ്ങളൊക്കെ സർവീസിലെത്തണം. നിങ്ങൾ ഒരു പീരീഡ് കഴിയുമ്പോൾ നിങ്ങളൊക്കെ റിട്ടയർ ആകുമ്പോൾ പൊളിറ്റിക്സിലോട്ടൊക്കെ ഇറങ്ങണം. IAS ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നല്ലതല്ലേ? എന്നാലേ നല്ല ആളുകൾ വരത്തുള്ളൂ. ആണോ? ഇപ്പൊ ചില NGOs ഉണ്ട്. ഞാൻ ഇങ്ങനെ റീസെന്റ് ഒരാൾ എനിക്ക് അയച്ചു തന്നു. ഒരു NGO, അവരുടെ ഒരു എയിം എന്ന് പറയുന്നത് പൊളിറ്റിക്സിലേക്ക് നല്ല ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക. നല്ല വിഷൻ അല്ലേ അത്? ആണോ? പൊളിറ്റിക്സിൽ നല്ല ആളുകൾ വരണം. നമ്മളിപ്പോ പറയും IAS IPS ഒക്കെയാണ് ഏറ്റവും പവർഫുൾ. ഈയിടെ MB ജോസഫ് സാർ പറയുകയായിരുന്നു, അദ്ദേഹം KM മാണിയുടെ മരുമകനാണ്. അദ്ദേഹം ഞാനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം അതിനിടയ്ക്ക് ചോദിച്ചപ്പോൾ പറയാണ്, സിവിൽ സർവീസ് എത്ര പവർഫുൾ ആണോ അതിന്റെ 10-100 ഇരട്ടിയോ പവർഫുൾ ആണ് പൊളിറ്റിക്കൽ പവർ എന്ന് പറയുന്നത്. ആണോ? അതായത് അദ്ദേഹം അതിന്റെ അകത്തുണ്ടായിരുന്ന ആള്, സിവിൽ സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ടായിരിക്കാം പറഞ്ഞത്. അപ്പോൾ നല്ല ആളുകൾ പൊളിറ്റിക്സിൽ വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അവര് MP ആയിട്ട് MLA ആയിട്ടൊക്കെ മത്സരിക്കണം. ആളുകൾ സർവീസ് വരണം. ഒരു വിഷനുള്ള ആളുകൾ പൊളിറ്റിക്സിൽ കൂടുതലായിട്ട് വരണം. അതാണ് ഗവൺമെന്റ് ആവശ്യം. അപ്പൊ കോസ് ഓഫ് കൺസേൺ എന്താണ്? MBSനെതിരെ ക്രിമിനൽ കേസ് ഉള്ളവര് 43% കൂടി വന്നു. 2004 അത് 24 ഉള്ളായിരുന്നു. ഈ ഡാറ്റ ഒക്കെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചു കേട്ടോ. SLA കൊണ്ടുവരാം. സർ, പിന്നെ കൂടുതലും പാർട്ടിയിൽ വന്നതിന് ശേഷമല്ലേ ക്രിമിനൽസ് കൂടുന്നത്, അവരുടെ പദവി നിലനിർത്താൻ എന്നുള്ള ഇതിലും കൂടെ. അങ്ങനെയും പറയാൻ പറ്റത്തില്ല. ബാക്ക്ഗ്രൗണ്ട് ഉള്ളവര് കാര്യം ക്രിമിനൽസ് വരുന്ന അതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് രണ്ടുമുണ്ട്. ഒന്നിട്ട് കേസസ് ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെന്ന് നോക്കാം. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് റീസെന്റ് വാർത്ത വന്നു. ന്യൂട്രൽ സ്റ്റാൻഡാണ് നമുക്കുള്ളത്. ഹേഗിലാണ് അതിന്റെ ആസ്ഥാനം. 1988 റോം സ്റ്റാറ്റ്യൂട്ട് പ്രകാരമാണ് ഇത് തുടങ്ങിയത്. 4 മെയിൻ ക്രൈംസ് ആണ് നമുക്കുള്ളത്. ഏതാണ്? ജനോസൈഡ് എന്ന് വെച്ചാൽ വംശഹത്യ, ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി, വാർ ക്രൈം, ക്രൈം ഓഫ് അഗ്രഷൻ, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ 123 രാജ്യങ്ങൾ. ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് UN-ന്റെ ഒരു ഓർഗനാണ്. പക്ഷെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് UN-ന്റെ ഒരു ബോഡിയല്ല. മനസ്സിലായി? ജൽ ജീവൻ മിഷൻ, വെള്ളം ശുദ്ധീകരിക്കാനുള്ള ഒരു പരിപാടി. വേസ്റ്റ് വാട്ടർ ബോഡീസ് ഒക്കെ ശുദ്ധീകരിക്കുക ആവശ്യമാണ്. ആൽബി എന്ന് പറഞ്ഞൊരു IAS ഓഫീസർ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ആൽബി റീസെന്റ് സർവീസ് കിട്ടിയതാ. ഡോക്ടർ ആൽബി. ഇത് 2015 മലയാളിയാ. തിരുവനന്തപുരത്ത് ഒക്കെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തൊക്കെ ഒന്ന് പഠിച്ച പയ്യന. പുള്ളിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്റ്റോറി വായിച്ചുള്ളൂ. പുള്ളി തമിഴ്നാട്ടില് ചെന്നൈയില് ആളുകൾ ഈ വേസ്റ്റ് പലയിടത്തും കൊണ്ടുപോയിടുക. പുള്ളി എന്ത് ചെയ്തെന്നറിയാം? അവിടെ എല്ലാം മരങ്ങൾ വെച്ചു പിടിപ്പിച്ചത് ഫോറസ്റ്റ് ആക്കി മാറ്റി. അപ്പൊ ആളുകൾ വേസ്റ്റ് ഇടുന്നില്ല. പിന്നെ ഈ കേടായ വാട്ടർ ബോഡീസ് എല്ലാം അയാൾ ശുദ്ധീകരിച്ചു. ഗവൺമെന്റ് ഏതാണ്ട് സമാനമായ ഒരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. നല്ല കാഴ്ചപ്പാടല്ലേ? ആണോ? എസറിനോ? ഈ സർവീസിലേക്ക് എത്തുമ്പോൾ ചിലർക്ക് ഇത് ചുമ്മാ ഷോ കാണിക്കാനുള്ള ഒരു ഏർപ്പാട്. കുറെ പേര് ഇത് നന്മയ്ക്കുള്ള ഒരു അവസരമാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടർ ആൽബി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അമ്മ അംഗൻവാടി ടീച്ചറോ മറ്റോ ആണ്. ഞാനെന്നെ സ്റ്റോറി പുള്ളിയുടെ വായിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാധാരണ പശ്ചാത്തലമാണ്. എന്താണെങ്കിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ചേഞ്ചസ് ക്ലിയർ ചെയ്തു. ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. ഈ ജുവനൈൽ ക്രൈംസിലൊക്കെ പെട്ടു വരുന്ന പിള്ളേര് അവര് കൊടിയ ക്രിമിനലുകളായി മാറുകയാണ്. അവരെ പലപ്പോഴും ക്രൈമിന് വേണ്ടി പലരും യൂസ് ചെയ്യുന്നു. ഉണ്ടോ? മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ വിജയുടെ ഒരു സിനിമയുണ്ട്. ആ സിനിമയില് ഈ ദുർഗുണ പരിഹാര പാഠശാലയിലെ വിദ്യാർത്ഥികളെ ക്രൈമിന് വേണ്ടി എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നു.
ഒഫൻസസിലൊക്കെ മാറ്റം വന്നു, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീസ് വന്നു. ഈ രീതിയിലാണ് അത് മുൻപോട്ടേക്ക് പോകുന്നത്. ചൈൽഡ് എന്ന് പറയുന്നതിൽ ആര് വരും? 18 വയസ്സിൽ താഴെയുള്ള ആരും ചൈൽഡാണ്. ജുവനൈൽ ഇതിൽ വരും, ഡെഫിനിഷനിൽ വരും. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. Zero waste systems can create thousands of jobs across the world. Incinerator alternatives found that zero waste programs and policies have the potential to create good environment-friendly jobs and help reduce pollution and improve immunity health. Zero waste. Waste management approach. ഈ റീസൈക്ലിങ്ങിന് പ്രാധാന്യം കൊടുക്കുക, അതുപോലെ ഇൻസിനേറ്റേഴ്സ് പ്രാധാന്യം കൊടുക്കുക, ഓഷ്യനിൽ വേസ്റ്റ് തള്ളുക, അതൊക്കെ നിർത്തണം. ട്രാഷ് ടു ലാൻഡ് ഫിൽസ് എന്ന് വെച്ചാൽ ഈ വേസ്റ്റ് കൊണ്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് അത് ഫില്ലാക്കും, ലാൻഡ് പോലെ ഫില്ലാക്കും. കണ്ടിട്ടില്ലേ എല്ലായിടത്തും ഒരു വേസ്റ്റ് യാർഡ് ഉണ്ട്, എല്ലാ സിറ്റിയിലും ഉണ്ടോ? എന്നിട്ട് വേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് അത് നിറയ്ക്കുവാണ് ചെയ്യുന്നത്, കുഴിയുള്ള പ്രദേശമൊക്കെ. അപ്പൊ അതിലൊക്കെ ഉള്ള ചേഞ്ചസ് വരണം. ജോബ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ റീസൈക്ലിങ്ങിലും മാനുഫാക്ചറിലും കമ്പോസ്റ്റിങ്ങിലും ആയിരക്കണക്കിന് പുതിയ ജോബ് ക്രിയേറ്റ് ചെയ്യും. അതിന് മോഡൽ സിറ്റീസ് ഉണ്ട്. കാൻബറ ഓസ്ട്രേലിയ, കപ്പന്നൂറി ഇറ്റലി, ഇതൊക്കെ എക്സാമ്പിളാണ്. റീയൂസ് 200 ഇരട്ടിയോളം ജോലി ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഇൻസിനേറ്റേഴ്സിലൊക്കെ കത്തിക്കുന്നതിലും കൂടുതൽ. അടുത്ത ഒരെണ്ണം കോംപ്രിഹെൻസീവ് എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് മൗറീഷ്യസ്. അപ്പോ ഇന്ത്യയും മൗറീഷ്യസുമായിട്ടൊരു കോംപ്രിഹെൻസീവ് എക്കണോമിക് കോഓപ്പറേഷൻ അഗ്രിമെന്റ് നിലവിൽ വന്നു. മൗറീഷ്യസ് ഇന്ത്യയുടെ ഒരു പാർട്ട്ണറാണ്. ഇന്ത്യയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് പലപ്പോഴും ത്രൂ മൗറീഷ്യസ് ആണ് വന്നുകൊണ്ടിരുന്നത്. ഇമ്പോർട്ട് പാർട്ട്ണറാണ് മൗറീഷ്യസ്. 13.85%, വേറെ ഇന്ത്യ. ചൈന 16.8, സൗത്ത് ആഫ്രിക്ക 8.7, UAE 7.28. മൗറീഷ്യസിന് വേണ്ടി ഒരു സ്പെഷ്യൽ എക്കണോമിക് പാക്കേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, മൗറീഷ്യസിനെ സപ്പോർട്ട് ചെയ്യും. നാഷണൽ ഹൈഡ്രജൻ മിഷൻ വന്നു. ബജറ്റ് ഈ ഒരു മിഷൻ അനൗൺസ് ചെയ്യാം. ഹൈഡ്രജൻ നമുക്ക് നാച്ചുറൽ ഫ്രീ ആയിട്ട് കാണാൻ പറ്റില്ല, ക്ലീൻ ഫ്യൂവലാണ്. ഓയിൽ പ്രൈസ് കൂടിയതിനു ശേഷം ഹൈഡ്രജൻ റീപ്ലേസിംഗ് ഫോസിൽ ഫ്യൂവൽ അത് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു മിഷൻ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തു. പ്രൊഡക്ഷൻ ഫ്യൂവൽസ് ടെക്നോളജീസ്. ഗ്രേ ഹൈഡ്രജൻ ഉണ്ട്, ബ്ലൂ ഹൈഡ്രജൻ ഉണ്ട്, ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ട്. മൂന്നിന്റെയും അഡ്വാൻറ്റേജസ് മനസ്സിലാക്കാം. ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഒരു എനർജി കാരിയർ ആണ്, നോട്ട് എ സോഴ്സ് ഓഫ് എനർജി. അടുത്ത ഒരു കാര്യം, fuel cell converts chemical energy into electrical energy using oxidizing agents through oxidation and reduction reaction. Hydrogen fuel cell cars have near zero carbon footprint. അപ്പൊ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഉപയോഗിച്ചുള്ള ഒരു കാർ, ഇപ്പൊ ഇലക്ട്രിക് കാർസ് ഒക്കെ വരുന്ന പോലെ ഒരു ഫ്യൂച്ചർ പോസിബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. അതുപോലെ ബസ്സസ്
ഹൈഡ്രജൻ സ്പൈക്ഡ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് HCNG. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തത് ഡൽഹിയിലാണ്. അതിനെക്കുറിച്ച് NTPC അത്തരത്തിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന് ഒരു പ്ലോട്ട് ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ബേസ്ഡ് ഇലക്ട്രിക് ബസ്സസ് അതിനുള്ള സെൽസ് ഡെവലപ്പ് ചെയ്യുകയും അത് ഡൽഹിയിലും ലേയിലും അത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു പോസിബിലിറ്റി ആയിട്ട് സസ്റ്റൈനബിൾ എനർജി യൂസേജിന്റെ പോസിബിലിറ്റി ആയിട്ട് മനസ്സിലാക്കി. ഗ്രേറ്റ ട്യൂൻബർഗിന്റെ ടൂൾ കിറ്റ് കേസിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്ന കേസാണ്, നിങ്ങൾക്കറിയാം. ഗ്രേറ്റ ട്യൂൻബർഗ് എന്നുള്ളത് സ്വീഡിഷ് എൻവയോൺമെന്റലിസ്റ്റ് ആണ്. മിനിമം സെല്ലിംഗ് പ്രൈസ് MSP 3100 പെർ ക്വിന്റൽ ഷുഗർ. ഗവൺമെന്റ് മാൻഡേറ്റഡ് പ്രൈസിനേക്കാൾ കുറച്ച് വിലയ്ക്ക് വിൽക്കുമെന്ന് പറഞ്ഞു. ഷുഗർ അപ്പൊ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് പറഞ്ഞു 3100 രൂപയെ കുറച്ച് വിൽക്കരുത്. മിനിമം സെല്ലിംഗ് പ്രൈസ്, മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ല, സെല്ലിംഗ് പ്രൈസ് ആണ് ഇവിടെ MSP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷുഗർ മിൽസ് ഹാവ് ബീൻ ത്രെറ്റൻഡ് വിത്ത് ആക്ഷൻ ഫോർ സെല്ലിംഗ് ഷുഗർ ബിലോ ദ ഗവൺമെന്റ് mandated MSP. The cane commissioners have been asked to track the sale of sugar and report any breach of MSP. Minimum selling price കുറച്ച് വിൽക്കുന്നു. Why? എന്തിനാണ് ഈ MSP ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? To control the constant slide in ex-mill prices of sugar. ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇതാണ്. 2780 ആയിരുന്നു നേരത്തെ വെച്ചിരുന്നത്, അത് 3200 ആയിട്ട് കൂടി. അപ്പൊ അവര് സെല്ല് ചെയ്യാനൊരു മിനിമം പ്രൈസ് വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രൈസിലെ ഇറഗുലാരിറ്റീസ് ഒക്കെ ഒരു കുറയ്ക്കാനും ഒക്കെ ഇതൊരു പരിധി വരെ കാരണമാവും. കാര്യം ഗവൺമെന്റ് കൂടുതൽ എക്സ്പോർട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഷുഗർ എക്സ്പോർട്ട് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ടാണ് അവര് സബ്സിഡിയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ കൊടുക്കുന്നു. 25 ലക്ഷം ടൺസ് സഫർ എക്സ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്രയിലും കേരളത്തിലും കോവിഡ് കൂടുക, എന്താ കാര്യം? എന്തായിരിക്കും റീസൺ? എഡ്യൂക്കേഷൻ എടുക്കുന്ന എല്ലാവരും കുറവാണ്, അത് ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയാണോ? എന്താ? പക്ഷെ ഇപ്പൊ UP ഒക്കെ പോപ്പുലേഷൻ കൂടുതലല്ലേ? ഇന്നലെ ആദിത്യനാഥ് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് 2000 താഴെ കേസുകളുണ്ട് UP. പണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളെ കളിയാക്കുമായിരുന്നല്ലോ, UP അങ്ങനെയാണ്, പക്ഷെ ഞങ്ങള് കേരളത്തെ കളിയാക്കേണ്ടതെന്നാണ് ഞങ്ങൾ ചോദിച്ചത്. പിന്നെ ഈ ഫസ്റ്റ് ഡോസ് എടുത്തിട്ട് സെക്കൻഡ് ഡോസ് എടുക്കുന്ന ആ ഒരു ഗ്യാപ്പില് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആണോ? പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ എന്റെ ആന്റി ജർമ്മനിയിലാണ്, അവര് ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു. ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസിന് കിട്ടിയില്ല, ആ ഗ്യാപ്പിനിടയിൽ കോവിഡ് ഇപ്പോൾ അങ്ങനെയും പറയുന്നുണ്ടല്ലേ. പക്ഷെ ഇപ്പൊ വാക്സിൻ എടുത്തവർക്കല്ലോ കേരളത്തിൽ കൂടുതൽ, അല്ലാത്ത ആളുകൾക്കല്ലേ. എന്താണെങ്കിലും കോവിഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പൊതുവായിട്ട് അവസാനം നോക്കി വെച്ചാൽ മതി, ഇതായിരിക്കും നല്ലത്. പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. അന്റാർട്ടിക്കയുടെ ഐഷൽസിനടിയിൽ ഡിസ്കവറി ഓഫ് ലൈഫ് റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചിരിക്കുന്നു. എക്സ്ട്രീംലി കോൾഡ് ആൻഡ് ഹാർഷ് സിറ്റുവേഷനിൽ ഇപ്പൊ പല തിയറീസിനെയും പൊളിച്ചെഴുതുകയാണ്. അൺഐഡന്റിഫൈഡ് സ്പീഷീസസ്, സ്പോഞ്ചസ്, അങ്ങനെയൊക്കെയുള്ള സീ സ്കോട്ട്സ്, ഹൈഡ്രോയിഡ്സ്, ബർണക്കിൾസ്, അങ്ങനെ ലൈഫ് ഓക്കെ. ലൈഫ് അവിടെ ഉണ്ട് എന്നുള്ളൊരു കണ്ടുപിടുത്തം ഒത്തിരി വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളതൊന്നുമല്ല. ആസ്ട്രേലിയ വേഴ്സസ് ഫേസ്ബുക്ക് ഈയിടെ വാർത്തയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ചർച്ച ചെയ്തു ഓസ്ട്രേലിയയുടെ മീഡിയ പ്ലാറ്റ്ഫോം ബില്ലിനെ കുറിച്ച്.
global diplomatic offensive to gather support for Australia's proposed law to force internet giants Facebook and Google to pay media companies for the news content that is published on their platforms. ഇതെന്താ സൂചിപ്പിക്കുന്നത്? ഇപ്പൊ ഈ ഫേസ്ബുക്കും ഗൂഗിളും ഒക്കെ സത്യം പറഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ടന്റ് ഇട്ട് കളിക്കുന്നവരാണ്. ആണോ? യെസ് ഓർ നോ? അപ്പൊ അവരൊരു നിയമം കൊണ്ടുവരുവാണ്, അവിടുത്തെ മീഡിയയുടെ കണ്ടന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്കത് പേ ചെയ്യും. അപ്പൊ ഗൂഗിള് പറഞ്ഞ ഒന്നും പറ്റത്തില്ല. അവർ ലാസ്റ്റ് എന്ത് ചെയ്യും? വാർത്ത ഒഴിവാക്കാൻ തുടങ്ങി. ഇന്ത്യയാണ് ഓൺലൈൻ ന്യൂസ് കൺസ്യൂമിങ് നേഷനിൽ ചൈന കഴിഞ്ഞ രണ്ടാമത്തേത്. 252 മില്യൺ വിസിറ്റേഴ്സ് ഉണ്ട്. ഡിജിറ്റൽ അഡ്വർടൈസിങ്ങിന്റെ എമൗണ്ട് വളരെ കൂടുതലാണ്. അപ്പം ന്യൂസ് അഗ്രഗേറ്റ്സ് എന്താ ആവശ്യപ്പെട്ടു? അവർ പറഞ്ഞു ഡെയിലി ഹണ്ട്, ഇൻഷോർട്സ്, അവർ രണ്ടുമാണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ന്യൂസ് അഗ്രഗേറ്റേഴ്സ്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് പേ ചെയ്യണം എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ തരണം. അപ്പൊ പബ്ലിഷേഴ്സ് ആർ ഇനിഷ്യലി പെയ്ഡ് 5 to 6 lakh monthly for content hosted on Daily Hunt. ഡെയിലി ഹണ്ട് നേരത്തെ ബുക്സ് ഒക്കെ സെല് ചെയ്യുമായിരുന്നു. എൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈനിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ അവർ ബുക്സ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഈ ബുക്സ് നേരത്തെ ചെയ്യുമായിരുന്നു, ഇപ്പൊ ചെയ്യുന്നില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? ന്യൂസ് പ്ലാറ്റ്ഫോമിലേക്ക് മാറി. ഇൻഷോർട്സും ഒക്കെ അവർക്കൊരു റവന്യൂ മോഡൽ ഇപ്പൊ കിട്ടുന്നത് സസ്റ്റൈനബിൾ. അതുകൊണ്ടാണ് അവരങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സാഗ നങ്കന സാഹിബ്, സിഖ് ഹിസ്റ്ററിയിലെ ശ്രീ നങ്കാന സാഹിബ് മസാക്കർ. സാഗ നങ്കാന സാഹിബ് എന്നറിയപ്പെടുന്ന ഒരു കാര്യം, അതിന്റെ ഏതാണ്ട് ഫെബ്രുവരി 21-ാം തീയതിയാണത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രൊവിൻസിലാണ്. ഷ്രൈൻ ഗുരു നാനാക്കിന്റെ പേരിൽ സിഖിസത്തിന്റെ ഫൗണ്ടർ. താലാവണ്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. മഹാരാജ രഞ്ജിത് സിംഗ് ആണ് അവിടെ ബിൽഡ് ചെയ്തത്. ഗുരുദ്വാര റീഫോം മൂവ്മെന്റ്, നാനാഖാന സാഹിബ്, അദ്ദേഹം ഒരു റീഫോമിസ്റ്റ് ആണ്. അദ്ദേഹം കൊണ്ടുവന്നു. ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി അതിനുശേഷം 1920 നിലവിൽ വന്നു. 6 removed partial restrictions on Dalit rights inside Golden Temple in Amritsar. സിഖ് കമ്മ്യൂണിറ്റി ഏത് വിഭാഗത്തിൽപ്പെട്ടത്? ഏറ്റവും കൂടുതൽ SC കമ്മ്യൂണിറ്റി ഇന്ത്യയിലുള്ളത് എവിടെയാണെന്ന് അറിയാം? എവിടെ? ഏത് സ്റ്റേറ്റില്? പഞ്ചാബാണോ? നോക്കിയാട്ടെ. അവരുടെ നമ്പർ അല്ല, അവരുടെ സ്പ്രെഡ്, ഐ മീൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ. സിഖ് ഏത് കമ്മ്യൂണിറ്റിയാ വരുന്നത്? സിഖ് SC അല്ല, SC വിഭാഗത്തിലാണോ സിഖ് വരുന്നത്? നോക്കി. നിങ്ങൾ ആ 2011 സെൻസസ് നോക്കിയാൽ മതി. അതിൽ SC പോപ്പുലേഷൻ എവിടെയാണല്ല ഇത് കൊടുത്തിട്ടുണ്ട്. പഞ്ചാബ് ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ ഇൻ പഞ്ചാബ് ഈസ് 88.6 lakh. അത് ടോട്ടൽ പോപ്പുലേഷന്റെ 31.94% ആണ്. സെൻസസിൽ നിങ്ങൾ എന്തോ ഒരു പോയിന്റ് പഞ്ചാബുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഡെൻസിറ്റി ആണോ എന്തോ ഒരു കാര്യത്തിൽ SC പോപ്പുലേഷനിൽ പഞ്ചാബ് റാങ്കിങ് വരുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കിയാട്ടെ, പിന്നീട് എപ്പോഴെങ്കിലും നോക്കിയാൽ മതി. ബ്രിട്ടീഷ് റൂളില് ഗുരുദ്വാര ജനമസ്ഥാൻ, അവിടെ ഒരു വയലന്റ് എപ്പിസോഡ് അരങ്ങേറി. അഘാലി സിഖ്സ് 130 പേര് കൊല ചെയ്യപ്പെട്ടു. ഗാന്ധി സിഖ് ലീഡേഴ്സിനോട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയുണ്ട്. അക്യൂട്ട് എൻസിഫാലിറ്റൈസ് സിൻഡ്രോം, ഫസ്റ്റ് അക്യൂട്ട് എൻസിഫാലിറ്റിസ് സിൻഡ്രോം ബീഹാറിൽ അനൗൺസ് ചെയ്യപ്പെട്ടു. മസ്കിറ്റോ വഴി ഉണ്ടാവുന്ന തലച്ചോറ് ഇങ്ങനെ വീർത്ത് വരുന്ന അവസ്ഥ കുട്ടികളെയാണ് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. വാക്സിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ജാപ്പനീസ് എൻസിഫാലിറ്റീസ് ഇന്ത്യയിൽ
നേരത്തെ ഉണ്ടായിരുന്നു. മസ്തിഷ്ക ജ്വരം, ജാപ്പനീസ് മസ്തിഷ്ക ജ്വരം. ഇന്ത്യ ഓസ്ട്രേലിയ ഒരു എക്കണോമി ഹാക്കത്തോൺ സംഘടിപ്പിച്ചു. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. യൂണിവേഴ്സൽ ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് പ്രധാനപ്പെട്ടതാണ്. മിഷൻ ഇന്ദ്രധനുഷ് എന്താണ്? 250 ഡിസ്ട്രിക്ട്സിൽ വരും. പ്രഗ്നന്റ് വുമൺ അവർ വാക്സിനേഷൻ മിസ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമാണ്, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. അപ്പൊ അത് പ്രകാരം അഗൈൻസ്റ്റ് 12 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസസിനെതിരെയുള്ള ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുകയാണ്. ഡയറിയ, പെർട്യൂസിസ്, ടെറ്റനസ്, പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി, ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, ഹിമോഫിലസ് ഇൻഫ്ലുവൻസ, ഇങ്ങനെയൊക്കെ. In order to give maximum protection to the children against vaccine preventable diseases. അതാണ് മിഷൻ ഇന്ദ്രധനുഷ്. പ്രത്യേകിച്ചും കോവിഡ് കാലഘട്ടത്തിൽ വാക്സിൻ കിട്ടാത്തവർക്ക് വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. മ്യൂസിക്കൽ ഘരാനാസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഘരാന എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് ആണ് ഘരാന എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത് പ്രധാനപ്പെട്ടതാണ്. കാര്യം ആർട്ട് ആൻഡ് കൾച്ചറിൽ മ്യൂസിക് ഒരു പ്രധാനപ്പെട്ട സംഗതി. ഈ ഘരാനാസ് അതിന്റെ ഒരു ഡിക്ലൈൻ of the Mughal Empire and the emergences of Gharana. Aurangzeb ordered a ban on music. 1668 മുതൽ 69 വരെ. ഔറംഗസീബ് ഒരു വട്ടനായ ഭരണാധികാരിയായിരുന്നു അല്ലേ? ഇറ്റാലിയൻ ട്രാവലർ നിക്കോളായ് മാനുസി, who documented the event, wrote about the great destruction in musical instruments. Traditionally, historians have understood this ban as being uncompromisingly enforced. അപ്പൊ അതിനുശേഷമാണ് മ്യൂസിക്കൽ ഘരാനാസ് ഉദയം ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഘരാനാസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പല സ്റ്റൈൽ ഓഫ് മ്യൂസിക് നിങ്ങൾ ഇതിനു ശേഷം ഒന്ന് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഘരാനാസിനെ പറ്റി മറ്റേ ആറാം നമ്പുരാൻ സിനിമയില് അതിനകത്ത് പറയുന്നുണ്ട്. ഉണ്ട്. അതെ അതെ അതെ. ഇവിടെ ഇങ്ങനെ ഓരോ ഘരാനയിൽപ്പെട്ടവർ ഇവിടെ കേരളത്തിൽ ഇപ്പോഴും അവര് ഈ മ്യൂസിക് പരിപാടികൾക്കൊക്കെ വരാറുണ്ട്. ഈ ഗസൽസ്, ഹിന്ദുസ്ഥാനി മ്യൂസിക്, അതിനകത്ത് തന്നെ ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ, എന്താണ് പറയാ, ഓരോ പേരുണ്ട്. ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. അതുകൂടെ ഒന്ന് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ നോക്കി പോവാണ് നന്നായിരിക്കും. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 86ാമത്തെ പൊസിഷനിലാണ് ഇന്ത്യ. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 80 ആയിരുന്നു, 86 എത്തി. 86 80 എത്തി. അല്ല, 2019 80 ആയിരുന്നു, ഇപ്പൊ 86. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ആണ് ഇന്ന് നടത്തുന്നത്. അത് ജർമ്മൻ ബേസ്ഡ്, ബെർലിൻ ബേസ്ഡ് ഒരു ഓർഗനൈസേഷൻ. 0 to highly corrupt ആണ്. അപ്പൊ 0 കറപ്റ്റ് ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത്? 86 ആണ് കറപ്ഷൻ. ടോപ്പ് പെർഫോമേഴ്സ് ആരാ? ഡെൻമാർക്ക്, ന്യൂസിലാൻഡ്, ഫിൻലാൻഡ്, സിംഗപ്പൂർ, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്. ഈ രാജ്യങ്ങൾക്കൊക്കെ മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഡെവലപ്മെന്റ് നന്നായിട്ടുണ്ട് ഈ രാജ്യങ്ങൾ. ആണോ? ഏറ്റവും സ്കോർ കൂടിയ ബോട്ടം കൺട്രീസ് ഏതാണ്? സിറിയ, യമൻ, വെനസ്വേല, സൗത്ത് സുഡാൻ, സൊമാലിയ ഒക്കെ. സീറോ വേസ്റ്റ് സിസ്റ്റംസ് നമ്മൾ മുമ്പേ വായിച്ച ഇതാണ്. വേസ്റ്റ് മാനേജ്മെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുമെന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ കാണുന്നത്. മേക്ക് പീസ് വിത്ത് നേച്ചർ നൗ. അരുണ ക്ലാസ്സിലാണ്, ഇത് കഴിയുമ്പോൾ വിളിക്കാം, ക്ലാസ് കഴിയുമ്പോൾ വിളിക്കാം. മേക്ക് പീസ് വിത്ത് നേച്ചർ നൗ. മേക്ക് പീസ് വിത്ത് നേച്ചർ. UN-ന്റെ ഒരു പുതിയ റിപ്പോർട്ടാണ് മേക്കിംഗ് പീസ് വിത്ത് നേച്ചർ എന്നുള്ളൊരു കാഴ്ചപ്പാട്. പ്ലാനറ്ററി എമർജൻസി, ക്ലൈമറ്റ് ചേഞ്ച്, നേച്ചർ ലോസ്, പൊല്യൂഷൻ ഓഫ് എയർ, സോയിൽ, വാട്ടർ. ഇത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നാലേ ഒരു സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഉണ്ടാവത്തുള്ളൂ. നെറ്റ് സീറോ എമിഷൻസിലേക്ക് വരണം. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് പറയുന്നു. നെയ്ബർഹുഡ് ചലഞ്ചസ്, നർച്ചറിങ് നെയ്ബർഹുഡ് ചലഞ്ച്.
അതിൽ വരുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്, 3 ഇയർ ഇനിഷ്യേറ്റീവ് ആണ്. സ്മാർട്ട് സിറ്റീസിനെ ഡെവലപ്പ് ചെയ്യും, കോർ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള സിറ്റീസ്. അങ്ങനെ നമ്മൾ 100 സിറ്റിയാണ് ഡെവലപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യും. ഫെസിലിറ്റീസ് ഉണ്ടാവും, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും, അതുപോലെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് ഉണ്ടാവും. ക്ലൈമറ്റ് ഇഷ്യൂസ് ഒക്കെ കുറഞ്ഞ സിറ്റീസിനെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യും. ക്വാഡ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് കഴിഞ്ഞ ചർച്ച ചെയ്താണ്. ഏതൊക്കെ രാജ്യമാണ്? US, ജപ്പാൻ, ഓസ്ട്രേലിയ ആൻഡ് ഇന്ത്യ. ഈ 4 രാജ്യങ്ങളാണ് ക്വാഡിൽ വരുന്നത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ഡീലിമിറ്റേഷൻ എന്ന് വെച്ചാൽ യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീരിൽ അവരൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. ഡീലിമിറ്റേഷൻ കമ്മീഷൻ അവര് ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ടിന്റെ ഫലമായിട്ടാണ് ജമ്മു ആൻഡ് കാശ്മീരിനെ UTs ആയിട്ട് നമ്മൾ തരംതിരിച്ചു എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ബൗണ്ടറീസ് റീഡ്രോ ചെയ്യുവാണ് ലോക്സഭയിലേക്കും അസംബ്ലി സീറ്റ്സിലേക്കും ഉള്ളത്, ടു റെപ്രസെന്റ് ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ. അപ്പോൾ നമ്പർ ഓഫ് സീറ്റ്സ് ഓരോ സ്റ്റേറ്റിനും അലോക്കേറ്റ് ചെയ്തത് മാറും. അസംബ്ലി മണ്ഡലങ്ങളുടെയും ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസിയുടെയും അതിർത്തി വീണ്ടും വരയ്ക്കുന്നതിനെയാണ്, പുനർനിർണയിക്കുന്നതിനെയാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുക. 2011 ഫിഗേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ലാസ്റ്റ് സെൻസസ് അതാണല്ലോ, 2011 ലാസ്റ്റ് സെൻസസ് നടന്നത്. ബ്ലൂ എക്കോണമി പോളിസി ഇന്ത്യക്ക് വേണ്ടി വരുന്നു. ബ്ലൂ എക്കോണമി എന്ന് വെച്ചാൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. economic growth, it's a vast socio-economic opportunity for coastal nations like India to utilize ocean resources. സമുദ്ര സമ്പത്ത് വർദ്ധിപ്പിക്കും. അതാണ് ബ്ലൂ എക്കണോമിക് പോളിസിയിൽ വരിക. ഇന്ന് നമ്മുടെ കളക്ടർ ബ്രോ ഒരു വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട്, വായിച്ചായിരുന്നോ? കണ്ടായിരുന്നു സർ. എന്താന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടതായി, ബ്ലൂ എക്കോണമി പോളിസിക്കായിട്ട് ബന്ധപ്പെട്ടതായി. ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ അല്ല അതിന്റെ സൈനിങ് ഒക്കെ ഉണ്ടായിരുന്നത് അവര്. ആഴക്കടൽ മത്സ്യബന്ധനത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അപ്പൊ ഉള്ള പ്രശ്നം അത് അവിടുത്തെ ഈ തൊഴിലാളികൾക്ക് ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അവര് പിന്നെ മീൻ പിടിക്കാൻ പോയാൽ ഒന്നും കിട്ടില്ല അല്ലെ, കോസ്റ്റൽ ഏരിയയിലുള്ളവർക്ക്. ഇതാണ് അതിന്റെ ഒരു എത്തിക്കൽ ഇഷ്യൂ. മണ്ടാരിൻ ഡെക്ക്, മണ്ടാരിൻ ഡെക്ക് നല്ല ഭംഗിയുണ്ടല്ലോ. ഫ്ലോട്ടിംഗ് ഇൻ ദ മഗൂരി മോട്ടാപ്പുങ് ബീൽ വെറ്റ്ലാൻഡ്, ആസാമിൽ കാണുന്ന ഒരു സംഗതിയാണ് മണ്ടാരിൻ ഡെക്ക്. ഇത് ഫെബ്രുവരി 8 ആദ്യമായിട്ട് കാണുന്നത്. ഇത് വെറ്റ്ലാൻഡിലെ സ്റ്റാർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. മണ്ടാരിൻ ഡെക്ക് എവിടെ കാണുന്നതെന്ന് നോക്കുക കേട്ടോ. നമുക്ക് റഷ്യയിലും കൊറിയയിലും ജപ്പാനിലൊക്കെ ഉള്ളതാണ്, ചൈനയിലുണ്ട്. അത് ലീസ്റ്റ് കൺസേൺ ലിസ്റ്റിലുള്ളതാണ്. അത് ഇപ്പൊ എവിടെ? മഗൂരി മോൻപുങ് വെറ്റ്ലാൻഡിൽ ഇത് കണ്ടുപിടിച്ചു, ഇതിന്റെ ഒരു പ്രസൻസ് കണ്ടുപിടിച്ചു. ഓക്കെ. കോഷ്യ ക്ലസ്റ്റർ, ആന്ധ്രാപ്രദേശില് പഞ്ചായത്ത് ഇലക്ഷൻസ് 3 വില്ലേജിൽ വന്നു. ഇവിടെ എന്തായിരുന്നു പ്രശ്നം? ഇത് ഒറീസയുടെ ഭാഗമാണെന്നാണ് അവര് പറയുന്നത്. അവിടെ ആന്ധ്ര പോയിട്ട് ഇലക്ഷൻ നടത്തിയിരുന്നു. അതായത് പ്രശ്നമായി അല്ലേ? കറണ്ട് അഫയേഴ്സിലുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ്. ഒരു റിമോട്ട് ഹിൽ സ്റ്റോപ്പാണ്. അപ്പൊ അവര് പറയുന്നത് ഞങ്ങളുടെ ഭാഗമാണ്. അവിടെ ഒരു കോൺ ട്രൈബ്സ് ആണ് അവിടെ ഉള്ളത്. ആ ഏരിയയിലുള്ള ട്രൈബ്സ് കോൺ ട്രൈബ്സ് ആണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. കാറ്റലോണിയ, കാറ്റലോണിയ എവിടെ? സ്പെയിനില്. അടുത്തത് നോക്കൂ. അടുത്തത് കാറ്റലോണിയ voted for an election overshadowed by the pandemic and which Madrid hopes will unset the region's ruling separatist more than 3 years after a failed bid to break away from Spain. കാറ്റലോണിയയിലെ ആളുകൾ ആവശ്യപ്പെടുന്ന അവർക്ക് സ്പെയിനിൽ നിന്ന് മാറണം. കാറ്റലൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. കാറ്റലൻ സ്പെയിനില് ആളുകൾ സംസാരിക്കുന്ന 2 ലാംഗ്വേജ് ആണ്, ഒന്ന് സ്പാനിഷും ഒന്ന് കാറ്റലനും. ഞാന് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷമാണെന്ന് തോന്നുന്നു
സ്പെയിനിൽ പോയിരുന്നു. സ്പെയിനിൽ ഞാൻ പോയ സ്ഥലത്ത് ഈ കാറ്റലൻ എന്ന് പറഞ്ഞ ലാംഗ്വേജ് അവര് സംസാരിക്കുന്നത്. അവർക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയത്തില്ല, ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അവർക്ക്. കാറ്റലോണിയ ഒരു ഓട്ടോണമസ് റീജിയൻ ആണ്, നോർത്തേൺ കോർണറിലാണ്. 4 പ്രൊവിൻസസ് ഉണ്ട്: ബാഴ്സലോണിയ, ജിറോണ, ലൈഡ, താരഗോണ. ഫ്രാൻസ് ആയിട്ടാണ് ബോർഡർ ഉള്ളത്. അപ്പൊ അവിടെ കാറ്റലൻ ഇൻഡിപെൻഡൻസിന് വേണ്ടി അവരൊരു മൂവ്മെന്റ് അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അവരുടെ കൾച്ചറും ലാംഗ്വേജും ഒക്കെ ഡിഫറെന്റ് ആണ്, ഇന്ത്യയിലെ ഡിഫറെന്റ് ആണ്. ചിറ്റ ലേക്ക് ഡെവലപ്മെന്റ് വർക്കിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ മോഡി ഇട്ടു. മഹാരാജ സുഹൽദേവ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത പ്രൈം മിനിസ്റ്റർ പറഞ്ഞ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടില്ല എന്ന് പറയുകയുണ്ട്. സുഹൽദേവ് ആരാണെന്ന് നോക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. 17th century പേർഷ്യൻ ലാംഗ്വേജ്, ഹിസ്റ്റോറിക്കൽ റൊമാൻസ്, അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സാർ മ്യൂട്ടാ. സാർ അവിടെ ഫോണിൽ സംസാരിക്കുന്നു. യെസ്. അപ്പൊ അടുത്തത് നോക്കൂ. അടുത്തത് ഇദ്ദേഹം ഒരു ഈ ഹിന്ദു നാഷണലിസ്റ്റ് ഗ്രൂപ്പുകള് ഇദ്ദേഹത്തെ പറഞ്ഞ എന്താണ്, ഒരു മുസ്ലിം ഇൻവേഡറെ തുരത്തിയ നേതാവ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഒരു ഇന്ത്യൻ കിങ്, അദ്ദേഹം ശ്രാവസ്തി എന്നുള്ളതാണ്. അദ്ദേഹം ഗാസി സയ്യിദ് സലാം മസൂദിനെ തുരത്തിയ ആളാണ്. അതുകൊണ്ടൊരു ചരിത്ര പുസ്തകങ്ങളിൽ ഇദ്ദേഹത്തിന്റെ പേരിന് പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഈ BJP ഗവൺമെന്റ് ഭരിക്കുന്നത് കൊണ്ടും അവര് ഹിസ്റ്റോറിയിലിട്ട് മുന്നോട്ട് വെക്കുന്ന വ്യൂസും ആളുകളും ഒക്കെ പ്രധാനപ്പെട്ടത് ചിലപ്പോൾ ചോദ്യമായിട്ട് കയറി വരും. അതുകൊണ്ട് ഇത് ആരാണെന്നൊന്ന് മനസ്സിലാക്കിയേക്കുക. സുഹൽദേവ്, മഹാരാജ സുഹൽദേവ്. സാഗരിക, കൊച്ചിയിൽ അദ്ദേഹം ധാരാളം പ്രൊജക്ട്, അതിലൊരു സാഗരിക എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ക്രൂസ് ടെർമിനലാണ്. അപ്പൊ എന്താ പറ്റുക, കൊച്ചിയിലേക്ക് ഇന്റർനാഷണൽ ഗസ്റ്റുകൾ വരും. ഫുൾ ഫ്ലെഡ്ജ്ഡ് ഇന്റർനാഷണൽ ക്രൂസ് ടെർമിനലാണ് കൊച്ചി വരാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ധാരാളം ഈ ക്രൂസിന്റെ ഒരു സ്റ്റോപ്പായിട്ട്, ഹബ്ബായിട്ട് കൊച്ചി മാറും. ക്രൂസ് ടൂറിസം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. വേമ്പനാട് ലേക്ക് എവിടെയാണ്? കാപ്പിക്കോ കേരള റിസർച്ച് പ്രൈവറ്റ് ലിമിറ്റഡ്, നെടിയംതുരുത്ത് ഐലൻഡ്, അവിടെ കൺസ്ട്രക്ട് ചെയ്ത വില്ലകൾ ഇടിച്ചു നടത്താൻ പോവുക. വേമ്പനാട് കോൾപ്പാടങ്ങള്, ലോങ്സ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ, ലാർജസ്റ്റ് ലേക്ക് ഇൻ കേരള. വേമ്പനാട്ടിലേക്ക് കോട്ടയം, പുന്നമടലേക്ക്, ആലപ്പുഴ, കൊച്ചിയിലേക്ക് ഇൻ കൊച്ചി, ഇതാണ് വരിക. ധാരാളം ചെറിയ ഐലൻഡ്സ് ഉണ്ട്. വൈപ്പിൻ, മുളവുകാട്, വള്ളാർപ്പാടം, വില്ലിംഗ്ടൺ ഐലൻഡ്. കൊച്ചി പോർട്ട് ബിൽറ്റ് അറൌണ്ട് ദ വില്ലിംഗ്ടൺ ഐലൻഡ് അറ്റ് വല്ലാർപ്പാടം ഐലൻഡ്. നെഹ്റു ട്രോഫി ഇവിടെ നടക്കുന്നത്. നെഹ്റു ട്രോഫി എന്താണ്? വള്ളംകളി. നാഷണൽ വെറ്റ്ലാൻഡ് കൺസർവേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ വേമ്പനാട് ലേക്ക്. ജീനോം മാപ്പ് ഓഫ് മലേറിയ വെക്ടർ, സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നു. ജീനോം ഓഫ് ദ മലേറിയ മൊസ്കിറ്റോ വെക്ടർ. അപ്പോൾ thousands of the new genes vital for the development of genetic control strategies of disease transmission. അടുത്ത എന്താണ്? BL Lacerate. Indian astronomers have reported one of the strongest flares from a fleeting supermassive black hole or blazer called BL Lacerate. Blazers or feeding supermassive black holes in the heart of distant galaxies receives a lot of attention from astronomical community. ബസന്ത് പഞ്ചമി, സരസ്വതി പൂജ എന്നാൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന 5th day ഓഫ് പഞ്ചമി, ശുക്ലപക്ഷ മഹാമാസിലുള്ളതാണ്. സരസ്വതി പൂജ ഹിന്ദു ഗോഡസ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. സരസ്വതിയെ ഈ ദിവസം വർഷിപ്പ് ചെയ്യും. ഇത് കുറെ സ്റ്റേറ്റിൽ ഇത് പോപ്പുലറാണ്. UP, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്. നമ്മൾ പൂജ വെക്കുന്ന ദിവസമാണെന്ന് തോന്നുന്നു അല്ലേ, സരസ്വതി പൂജ അല്ലേ? അതാണോ?
ഓക്കെ, അപ്പൊ സ്കൂളുകളിലും എല്ലാം ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ഫെസ്റ്റിവൽ ആണെന്ന് മനസ്സിലായി. ദേവേന്ദ്രകുല വെല്ലാലർ കമ്മ്യൂണിറ്റി അവർക്ക് എന്ത് കിട്ടി? അവരെ SC കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കും. തമിഴ്നാട്ടിലെ പുതിയ ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊജക്ട്സ് പ്രൈം മിനിസ്റ്റർ ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഈ ചവാനി രാജ്നാഥ് സിംഗ് ഈ ഒരു പോർട്ടൽ മൊബൈൽ ആപ്ലിക്കേഷൻസിലൂടെ അദ്ദേഹം ഓപ്പൺ ചെയ്തു. ഇത് കണ്ടോൺമെന്റ് ബോർഡ്സ് ഉള്ള സ്ഥലങ്ങളിൽ സിവിൽ സർവീസ് കൺട്രോൾ ചെയ്യാണ്. കണ്ടോൺമെന്റ് ബോർഡ്സ് പലയിടത്തും ഉണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ സിവിൽ സർവീസിൽ ഒന്നാണ് ഈ ആംഡ് ഫോഴ്സസ് സിവിൽ സർവീസ്, ഈ കണ്ടോൺമെന്റ് ബോർഡ് ഒക്കെ ഭരിക്കുന്ന അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും. മിഷൻ മാഴ്സ് നമ്മൾ ഇന്ന് രാവിലെ സംസാരിച്ചതാണ്. നാസയുടെ പെർസീവറൻസും ചൈനയുടെ ടിയാൻമെൻ 1 ഫെബ്രുവരി 18 മെയ് 21 ഇത് രണ്ടുമാണ് ചർച്ചയിൽ വന്നിരിക്കുന്നത്. ഈ 2 മിഷൻസും പ്രധാനപ്പെട്ടതാണ്. ടെക്നോഗ്രാഫിക്സ് മിനിസ്ട്രി ഓഫ് അർബൻ ആൻഡ് അർബൻ ഡെവലപ്മെന്റ് ആണ്. ബ്രിഡ്ജസ്, ആസാമിൽ പുതിയ ബ്രിഡ്ജസ് അദ്ദേഹം ഓപ്പൺ ചെയ്തിരിക്കുന്നു. മജൂലി ബ്രിഡ്ജ് പ്രൈം മിനിസ്റ്റർ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നു. മഹാബു ബ്രഹ്മപുത്ര പ്രൈം മിനിസ്റ്റർ മഹാബാബു ബ്രഹ്മപുത്ര ആസാമിൽ പുതിയൊരു പ്രൊജക്ട് അദ്ദേഹം ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. മജുലി ഐലൻഡിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അരുവിക്കരയിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു. എത്ര 75 മില്യൺ ലിറ്റേഴ്സ് വെള്ളം ശുദ്ധീകരിക്കാവുന്ന ഒരു പ്ലാന്റ്, വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. അമൃത് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗം. സ്മാർട്ട് റോഡ് പ്രൊജക്ട് വരുന്നു, തിരുവനന്തപുരത്ത് ലോഞ്ച് ചെയ്തിരിക്കുന്നു. സ്മാർട്ട് റോഡ് പ്രൊജക്ട്. കാസർഗോഡ് സോളാർ പവർ പ്രൊജക്ട് 50 മെഗാവാട്ടിൻ്റെത് മുൻപോട്ടേക്ക് വന്നിരിക്കുന്നു. സാർ മ്യൂട്ടാണ്. സാർ കോൾ ചെയ്യാണ്. ഓക്കെ, സോറി. കാസർഗോഡ് സോളാർ പവർ പ്രൊജക്ട് ഇനാഗ്രേറ്റ് ചെയ്തു. പുനലൂർ തൃശൂർ, പുനലൂരാണോ അല്ല, പുനലൂർ തമിഴ്നാട്. ഓക്കെ, പവർ ട്രാൻസ്മിഷൻ പ്രൊജക്ട് ലോഞ്ച് ചെയ്തു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് തീർന്നിരിക്കുകയാണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നോക്കി പോവുക. ഓൾ ദ ബെസ്റ്റ്. ബാക്കി സമയം നിങ്ങളുടെ പഠനത്തിനായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ വിനിയോഗിക്കുക. വൈകുന്നേരം ഓപ്ഷണലിന്റെ ക്ലാസ്സസ് ഉണ്ട്. കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറുക, നന്നായിട്ട് പഠിക്കുക, സമയം ഒട്ടും കളയരുത്. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ വരും. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒഴിവുകൾ. സത്യത്തിൽ നല്ല നിലയിലോട്ട് കയറിപ്പോകാനുള്ള നല്ല ടൈമാണ്. ഒത്തിരി വേക്കൻസീസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള അവസരമാണ്. അപ്പൊ ഈ വേക്കൻസീസ് എല്ലാം